നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ഞാൻ വീണ പ്രസാദ്. അത്ര നല്ല വാർത്തകളല്ല രോഹിണി. ഇന്ന് നമ്മൾ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോലും മനസ്സുകൊണ്ട് കരയുന്ന വാർത്തയാണ് രാവിലെ വരുന്നത്. താമരശ്ശേരിയിലെ സംഭവം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. പ്രധാന വാർത്തകളിലേക്ക് പോകാം. താമരശ്ശേരിയിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. മുഹമ്മദ് ഷഹബാസാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വിദ്യാർത്ഥിയെ കൊല്ലണമെന്ന സഹപാഠികളുടെ ശബ്ദ സന്ദേശം പുറത്ത്. പിന്നെ ഫഹദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഷഹബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. സൂര്യേ, എൻ്റെ വാപ്പ വിളിച്ചിരുന്നു. എൻ്റെ ഫുള്ളാ കൂട്ടത്തിൽ മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും. യുക്രൈൻ പ്രസിഡന്റിനെ ശാസിച്ച അമേരിക്കൻ പ്രസിഡന്റ്. നിരവധി മനുഷ്യരുടെ ജീവിതം കൊണ്ട് പന്താടുകയാണ് സെലൻസ്കി എന്ന് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൗസിൽ നിന്നും മടങ്ങിപ്പോകണമെന്നും സെലൻസ്കിയോട് US പ്രസിഡന്റ്. സ്കൂളുകളിലെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിനുള്ള തുക വെട്ടിക്കുറച്ച് ധനകാര്യ വകുപ്പ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി വിഹിതം പിൻവലിച്ചത് 50%. സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 1.5 കോടി രൂപയിൽ ലഭ്യമാക്കിയത് 60 ലക്ഷം മാത്രം. ആശാവർക്കർമാരോട് പകപോക്കലുമായി സംസ്ഥാന സർക്കാർ. പുതിയ ഹെൽത്ത് വോളണ്ടിയർമാരെ നിയമിക്കാൻ ഉത്തരവിറക്കി. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക്. സെക്രട്ടേറിയറ്റ് നടയിലെ സമരം ഇന്ന് 20ാം ദിവസത്തിലേക്ക്. സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പ് സേവനങ്ങൾ ഇന്നു മുതൽ ഡിജിറ്റലിലേക്ക്. പ്രധാന രേഖകളെല്ലാം ഇനി മുതൽ ഡിജിറ്റലായി സൂക്ഷിക്കാം. നടപടി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ ചുവട് പിടിച്ച്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില അതീവ ഗുരുതരം. ആരോഗ്യസ്ഥിതി മോശമെന്ന് വത്തിക്കാൻ. തീവ്രവാദ വിരുദ്ധ നീക്കങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് ഭാരതം. യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശദമായ വാർത്തകളിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയെ ശാസിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിരവധി മനുഷ്യരുടെ ജീവിതം കൊണ്ട് പന്താടുകയാണ് സെലൻസ്കി എന്ന് ട്രംപ് വിമർശിച്ചു. അമേരിക്കയെയും പ്രസിഡന്റ് ട്രംപിനെയും സെലൻസ്കി അപമാനിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. വൈറ്റ് ഹൗസിൽ നിന്നും തിരിച്ചു പോകണമെന്നും സെലൻസ്കിയോട് അമേരിക്ക ആവശ്യപ്പെട്ടു. സംയുക്ത പത്രസമ്മേളനവും ധാതു ഖനനം സംബന്ധിച്ച കരാർ ഒപ്പിടുന്നതും മാറ്റിവെച്ചു. You're in no position to dictate what we're going to feel. We're going to feel very good. Feel influenced. We're going to feel very good and very strong. You will feel influenced. You're right now not in a very good position. You've allowed yourself to be in a very bad position, and he happens to be right about it. From the very beginning of the war. You're not in a good position. You don't have the cards right now. With us, you start having cards. Right now, you don't. You're playing cards. You're playing cards. You're gambling with the lives of millions of people. You're gambling with World War III. You're gambling with World War III. And what you're doing is very disrespectful to the country, this country. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, നമുക്കറിയാം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം കൊണ്ടുവരാനുമുള്ള ചർച്ചകൾക്കിടയിലാണ് ഇത്തരത്തിലൊരു നീക്കമുണ്ടായത്. തികച്ചും പ്രകോപിതനായി ഡൊണാൾഡ് ട്രംപിന് സംസാരിക്കേണ്ടി വന്നു. അതിൽ സെലൻസ്കിയുടെ ചില നിലപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ്. തീർച്ചയായും രോഹിണി, ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ നേരിട്ട് കണ്ടത് തന്നെ വളരെ ചൂടേറിയ ഒരു വാദപ്രതിവാദമാണ് അമേരിക്കൻ പ്രസിഡന്റും അതുപോലെ തന്നെ യുക്രൈൻ പ്രസിഡന്റും തമ്മിൽ നടന്നത്. രണ്ട് രാഷ്ട്രത്തലവന്മാരും തമ്മിലുള്ള ഒരു ചർച്ച എന്നതിനപ്പുറം വളരെ ശക്തമായൊരു വാദപ്രതിവാദങ്ങളിലേക്ക് അത് നീങ്ങുന്നൊരു സാഹചര്യം തന്നെ നമ്മൾ നേരിട്ട് കാണുകയും ചെയ്തു. ട്രംപ് ഈ അവസാനിപ്പിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ നിലപാട് അവസാനിപ്പിക്കുന്ന ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ നിങ്ങൾ ജീവിതം വെച്ച് ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം വെച്ച് ചൂതാടുകയാണ് സെലൻസ്കി എന്നും അതുപോലെ തന്നെ അമേരിക്കയെ അപമാനിക്കുന്നുവെന്നും മാത്രമല്ല മറ്റൊരു
സുപ്രധാനമായൊരു നീക്കം, സുപ്രധാനമായൊരു വാക്ക് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് നിങ്ങൾ മൂന്നാം ലോക മഹായുദ്ധം വെച്ച് ചൂത് കളിക്കുകയാണ് എന്ന നിലപാടാണ്. തീർച്ചയായും ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമായി വളർന്നു വരരുത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന കൃത്യമായൊരു നിലപാട് ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് പോലും, തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പോലും അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു വിഷയമായിരുന്നു. അതുകൊണ്ട് തന്നെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുമെന്ന് കൃത്യമായി ട്രംപ് പറഞ്ഞ അതേ വിഷയത്തിൽ തന്നെ അദ്ദേഹം പറയുന്നു, നിങ്ങൾ അത്തരമൊരു സാഹചര്യം ഉപയോഗിച്ച് ചൂത് കളിക്കുകയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പന്താടാനുള്ള ജീവിതങ്ങൾ കൊണ്ട് പന്താടുന്ന നീക്കമാണ് നടത്തുന്നതെന്ന് സെലൻസ്കിയോട് അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ അദ്ദേഹം പറയുന്നു. അത് നമുക്കറിയാവുന്നതാണ്. ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് വൈറ്റ് ഹൗസിൽ എത്തുന്ന നേതാക്കളുമായി ഒരു പ്രാഥമിക ചർച്ച നടത്തുന്നത് സ്വാഭാവികമായും ഈ അടുത്ത കാലങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് അത് അത്തരത്തിൽ, അതായത് ഇപ്പോൾ ആദ്യം ഘട്ടം നടക്കുന്ന ചർച്ച വന്നപ്പോൾ തന്നെ സ്വീകരിച്ച ഉടൻ തന്നെ നടക്കുന്ന ചർച്ചകളും മാധ്യമങ്ങൾക്ക് മുന്നിലാകാവുന്ന ഒരു ചെറിയ രീതിയിലുള്ളൊരു രീതി, ഒരു ചർച്ച മാധ്യമങ്ങൾക്ക് മുന്നിൽ സംഘടിപ്പിക്കുകയും മാധ്യമങ്ങളോട് മറുപടി പറയുകയും ചെയ്യുന്നൊരു രീതി തുടർച്ചയായി ഇപ്പോൾ ട്രംപിൻ്റെ ഭരണകാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലൊരു നീക്കത്തിൻ്റെ ആ സമയത്ത് തന്നെയാണ് സെലൻസ്കി ഈ ഒരു നിലപാട്, ഈ ഒരു വളരെ പ്രതിഷേധകരമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്. ഇത് സെലൻസ്കി ആ വിഷയത്തിലേക്ക്, പ്രശ്നത്തിലേക്ക് സമാധാനപരമായി കേൾക്കുന്നതിന് പകരം അതിലേക്ക് കടന്നു കയറി ഇടപെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ജെ ഡി വാൻസിൻ്റെ ഒരു ബ്രീഫിംഗ്, ജെ ഡി വാൻസ് പറയുന്നത്, അതായത് നയതന്ത്ര ബന്ധത്തിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കുക, തുടർ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോവുക. അതുപോലെ തന്നെ നയതന്ത്ര ബന്ധത്തിലൂടെ രാജ്യങ്ങൾ സമ്പന്നമാക്കുക എന്ന ഒരാശയമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ജെ ഡി വാൻസ് വളരെ മര്യാദപൂർവ്വം അവതരിപ്പിക്കുന്നതിനിടെ പെട്ടെന്ന് തന്നെ ഇടയ്ക്ക് കയറി ഒരു നിലപാടെടുക്കുകയായിരുന്നു സെലൻസ്കി. എന്ത് തരത്തിലുള്ള നയതന്ത്ര ബന്ധമാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിലുള്ള പ്രകോപനപരമായൊരു ചോദ്യമാണ് വാൻസിനോട് ചോദിച്ചത്. തുടർന്നാണ് ഇത് ക്ഷമയോടെ കേട്ടിരുന്ന ട്രംപ് വളരെ പെട്ടെന്ന് പ്രകോപിതനാകുന്ന, അല്ലെങ്കിൽ അതിനെല്ലാം മറുപടി പറയാവുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നത്. താങ്കൾ ഈ ചർച്ച കാര്യക്ഷമമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് മനസ്സിലായി. ഈ ചർച്ച തുടർന്നു കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്ന നിലപാടിലാണ് താങ്കൾ ഉള്ളത്. അതുപോലെ തന്നെ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം വെച്ച് പന്താടുകയാണ്, അതുപോലെ തന്നെ മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സാധ്യതകൾ വെച്ച് പന്താടുകയാണ്, അല്ലെങ്കിൽ ചൂത് കളിക്കുകയാണ്, യു ആർ ഗാംബ്ലിംഗ് വിത്ത് എന്നാണ് വളരെ കൃത്യമായി പറഞ്ഞത്. അത്തരത്തിലുള്ള രൂക്ഷമായ ഭാഷയിലുള്ള ഒരു ശാസന ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് സെലൻസ്കിയോട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ് ഈ ഒരു പ്രശ്നം. നമുക്കറിയാം ഈ ജോ ബൈഡൻ അധികാരമൊഴിയുന്നതിന് തൊട്ട് മുൻപാണ്, ജോ ബൈഡൻ്റെ കാലാവധി കഴിയുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് അവസാന ആയുധ കരാർ ഈ യുക്രൈനുമായി തയ്യാറാക്കുകയും അത് കോൺഗ്രസിൻ്റെ പരിഗണനയ്ക്ക് അയക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും നേരെ തിരിച്ച് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ ആ ആയുധ ഇടപാട് കരാർ ധാരണയിലെത്തിയിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാകുന്നതിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ സപ്ലൈ ആരംഭിക്കുന്നതിന് മുൻപാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്ന് തന്നെ തീർച്ചയായും സെലൻസ്കിയുമായുള്ള ബന്ധം തന്നെ വഷളാകുന്ന, അല്ലെങ്കിൽ സൈനിക ഇടപാട് തന്നെ നിർത്തിവെച്ചേക്കാവുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന സൂചനയാണ് വരുന്നത്. അതെ, അതോടൊപ്പം ഐസൻ നമ്മോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി ചേരുന്നുണ്ട്. സാർ, ഇപ്പോൾ താങ്കൾ കണ്ടിരിക്കുമെന്ന് കരുതുന്നു ഈ ചർച്ചയിൽ വളരെ രൂക്ഷമായൊരു വാദപ്രതിവാദം, രണ്ട് അന്താരാഷ്ട്ര നേതാക്കൾ തമ്മിലുള്ള ഒരു ചർച്ചയുടെ ഒരു പശ്ചാത്തലത്തേക്കാൾ കടന്നുപോയൊരു രീതിയാണ് കാണാൻ സാധിക്കുന്നത്. എന്ത് തോന്നുന്നു? ഇത്തരത്തിൽ കണിശമായ ഭാഷകളാണ് ട്രംപ് ഉപയോഗിക്കുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ ഒരു ഉഭയകക്ഷി ചർച്ചയിൽ ഒരിക്കലും ദേശീയ തലത്തിലെ വൻ നേതാക്കൾ ഈ രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കുകയും പ്രതികരണങ്ങൾ പരസ്യമായി നടത്തുകയും ചെയ്യുന്ന ഒരു പതിവില്ല. അത് രണ്ട്, ഇപ്പോൾ ഏറ്റവും അധികം സെൻസിറ്റീവായി നിൽക്കുന്ന ഒരു വിഷയത്തിലാണ് ഈ പ്രതികരണങ്ങൾ എന്നുള്ളത് കാര്യങ്ങളെ സങ്കീർണമാക്കി മാറ്റുകയാണ്. യഥാർത്ഥത്തിൽ ഈ വഞ്ചി തിരുനക്കരത്തല നിന്ന ഏറെക്കാലം നിന്നപ്പോൾ എങ്ങനെയെങ്കിലും ഒരു മാറ്റം വരാനായി ധാതു നിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ധാതു ഖനനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിച്ചുകൊണ്ട് വലിയ തോതിലുള്ള സൈനിക ഉടമ്പടിയിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു കരാറാകാം എന്ന് വരുമ്പോൾ ആ സമയത്താണ് അതിശക്തമായ വിമർശനങ്ങളാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. യുദ്ധത്തിന് കാരണക്കാരൻ സെലൻസ്കി എന്ന രീതിയിൽ മുൻപ് പ്രസ്താവനകൾ ഉണ്ടായി എങ്കിൽ പോലും അത് കുറച്ചുകൂടെ രൂക്ഷമാക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. അതത്ര ശുഭോദർക്കമായ ഒരു കാര്യമല്ല. കാരണം ഈ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിട്ടുവീഴ്ചകളാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ ചെയ്യേണ്ടി വരുന്നത്. അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ ധാതു നിക്ഷേപത്തിന്റെ വലിയൊരു പങ്ക് അമേരിക്കയുമായി പങ്കാളിത്തത്തിലൂടെ ഷെയർ ചെയ്യേണ്ടി വരുന്നു. ടെക്നോളജിയും മാൻ പവറും എല്ലാം, ടെക്നോളജിയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും അമേരിക്കയിൽ നിന്ന് വരികയും അവിടുത്തെ ധാതുക്കളുടെ മേലുള്ള പൂർണ്ണ നിയന്ത്രണത്തിന്റെ ഭാഗികമായെങ്കിലും നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷ വേദനാജനകമായ ഒരു കാര്യമാണ്. അത് മാത്രമല്ല, താൻ ഇപ്പോൾ സംസാരിക്കുന്നത് പൂർണ്ണ അർത്ഥത്തിൽ ഒരു പ്രസിഡന്റിനോടല്ല എന്ന രീതിയിൽ
പല ആവൃത്തിയാണ് ട്രംപ് പറഞ്ഞത്. അതായത് കാലാവധി കഴിഞ്ഞും തുടരുന്ന ഒരു പ്രസിഡന്റ്. അപ്പൊ അദ്ദേഹത്തിന് അവിടെ ഇരിക്കാനുള്ളൊരു യോഗ്യതയെക്കുറിച്ചുള്ള ഈ ചില സംശയങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതെല്ലാം തന്നെ അനാരോഗ്യപരമായ ഒരു ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ട്രംപ് ഉക്രൈന്റെ കാര്യത്തിൽ നടത്തിയ വളരെ വലിയ സമ്മർദ്ദ തന്ത്രം യൂറോപ്പിനെ ആകെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ലോക രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കത്തക്ക രീതിയിൽ, ഈ പവർ ബാലൻസിനെ കംപ്ലീറ്റ്ലി അട്ടിമറിക്കത്തക്ക രീതിയിലുള്ള നീക്കങ്ങളാണ് ഉണ്ടായത്. പക്ഷെ എല്ലാം കലങ്ങി തെളിഞ്ഞ് സെലൻസ്കി അമേരിക്കയിൽ എത്തുമ്പോൾ എല്ലാം സുഗമമാകും, ഒരിക്കൽ ആ ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം സുഗമമാകും, യുദ്ധം അവസാനിക്കും എന്ന പ്രതീക്ഷകളാണ് ഇപ്പോൾ ഒരു തുലാസിൽ തൂങ്ങി നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇവിടെ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ ജനതയുടെ മുഴുവൻ ആശയം, ആവേശവും പ്രതീക്ഷകളും എല്ലാം തന്നെ ചുമലിലേറ്റി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പക്ഷെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ വലിപ്പം, അമേരിക്ക ടു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ അതെന്ത് വില കൊടുത്തും മറ്റുള്ളവരുടെ കണ്ണീരിന്റെ മേലും തന്റെ രാജ്യത്തിന്റെ മഹത്വം, അതൊരു പക്ഷേ ദേശീയ താല്പര്യമായിരിക്കാം, അതിനുള്ള മാൻഡേറ്റ് ആണ് ട്രംപിന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ട്രംപ് അങ്ങനെ പ്രവർത്തിച്ചു എന്ന് കരുതാം. പക്ഷെ ആതിഥ്യ മര്യാദ എന്ന ഒരു കാര്യമുണ്ട്. അത് മാത്രമല്ല, ക്യാമറ കണ്ണുകളുടെ മുമ്പിലും പൊതുവേദികളിലും നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ഒരു പുതിയ ഒരു ക്രമത്തെയാണ് സൂചിപ്പിക്കുന്നത്, പുതിയൊരു സംസ്കാരത്തെയാണ്, അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഒരു പുതിയ സംസ്കാരത്തെ, ഒരുപക്ഷെ മാറി വരുന്ന ഒരു രീതികളെ സൂചിപ്പിക്കുന്നതിന്റെ തുടക്കമാകാം ഒരുപക്ഷെ ഈ അൺഫോർച്ചുനേറ്റ് ഇവന്റ്സ് എന്ന് എനിക്ക് തോന്നുന്നു. സർ, ഒരു സംശയം കൂടിയുള്ളത്, ഈ യൂറോപ്യൻ രാജ്യങ്ങൾ, അതായത് ഇന്നലെ കെയർ സ്റ്റാമർ അമേരിക്കയിൽ എത്തിയിരുന്നു, അത് യുക്രൈന് വേണ്ടി തന്നെയായിരുന്നു എത്തിയത്, അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് എത്തിയിരുന്നു. അത്തരത്തിലൊരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈനെ പിന്തുണച്ച രാജ്യങ്ങളുടെ നിലപാട് ഇനി എങ്ങനെയായിരിക്കും? കുറച്ച് ചുരുക്കിയ വാക്കുകളിൽ അതുകൂടെ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു പരിധിവരെ ഇപ്പോൾ തന്നെ മാറി ചിന്തിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് കെയർ സ്റ്റാമറിന്റെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെയും വിസിറ്റ് സമയത്തും അതേക്കുറിച്ചൊരു സൂചനയുണ്ടായിരുന്നു. കാരണം ഇനി ആത്യന്തികമായി അമേരിക്കയെ വിശ്വസിച്ച് അമേരിക്കയുടെ തണലിൽ തങ്ങളുടെ സുരക്ഷാ കവചം ഒരുക്കാം എന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ചിന്ത ഇനി അസ്ഥാനത്താകും. അതുകൊണ്ട് യൂറോപ്പ് കൂടുതൽ തുക തന്നെ ബഡ്ജറ്റിന് വേണ്ടി ചെലവഴിക്കുന്ന ഡിഫൻസ് ബഡ്ജറ്റിന് വേണ്ടി കൂടുതൽ തുക നീക്കിവെക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ അങ്ങനെ ചെയ്യാൻ ഒരു പക്ഷെ നിർബന്ധിതരാകും. ട്രംപ് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. അമേരിക്കയ്ക്ക് പണം നഷ്ടപ്പെടുന്ന വഴികൾ അത് യൂറോപ്പിനെ സഹായിക്കാനായി, ലോക സുരക്ഷയ്ക്ക് വേണ്ടി ചെലവഴിക്കാനായി, മറ്റ് രാജ്യങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി ഉള്ള തുകകൾ അത് പരമാവധി വെട്ടിക്കുറയ്ക്കുകയും അത് മുഴുവൻ തന്നെ അമേരിക്കയുടെ പ്രയോജനത്തിന് വേണ്ടി വരികയും ചെയ്യുമ്പോൾ മറ്റാരും തന്നെ അമേരിക്ക ആശ്രയിക്കേണ്ടതില്ല എന്ന സന്ദേശമാണ് കൊടുക്കുന്നത്. ആ സന്ദേശം ഏറ്റവും ആദ്യം ഉൾക്കൊള്ളുന്നത് യൂറോപ്യൻ രാജ്യങ്ങളായിരിക്കും. അതുകൊണ്ട് യൂറോപ്പിന്റെ നയങ്ങൾ ആദ്യം വിദേശ നയമല്ല, ആഭ്യന്തര നയം തന്നെ പുനഃപരിശോധിക്കുകയും ധനകാര്യ നയം പുനഃപരിശോധിക്കുകയും ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒരുപക്ഷെ സുരക്ഷാ കാര്യങ്ങളിൽ കൂടുതൽ ജാഗരൂകരായി യൂറോപ്പായിരിക്കും, പ്രത്യേകിച്ചും ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും പോലെയുള്ള യൂറോപ്പിലെ വൻ ശക്തികൾ അവരുടെ നയങ്ങൾ പൊളിച്ചെഴുതേണ്ട സമയമായി എന്ന് തന്നെയാണ് തോന്നുന്നത്. സാർ, ഒരു സംശയം കൂടി വരുന്നത്, നിങ്ങൾ മൂന്നാം ലോക മഹായുദ്ധവുമായി ഗാമ്പിൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതുമായി ചൂത് കളിക്കുകയാണ് എന്നൊരു വാക്ക് വളരെ കൃത്യമായി ട്രംപ് പറയുകയും ചെയ്തു. അതിനെ ഒരു വിദേശകാര്യ വിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? മൂന്നാം ലോക മഹായുദ്ധം യഥാർത്ഥത്തിൽ സെലൻസ്കിയോ പുടിനോ തുടങ്ങി വെക്കുന്നതല്ല. അത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പല വഴികളും പല സമയത്തും തെളിഞ്ഞതാണ്. അത് ആ രൂപത്തിൽ എത്തിച്ചു നിർത്തിയതിന്റെ പിന്നിൽ പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും തുല്യ പങ്കുണ്ട്. നെയ്റ്റോയിൽ അംഗരാജ്യമാകാനുള്ള യുക്രൈന്റെ താല്പര്യം, അല്ല എങ്കിൽ യുക്രൈനെ പ്രലോഭിപ്പിച്ച നെയ്റ്റോയിലും ഇയുയിലും യൂറോപ്യൻ യൂണിയനിലും അംഗത്വം എടുപ്പിക്കുക എന്ന ഒരു വെസ്റ്റേൺ ബ്ലോക്കിന്റെ പദ്ധതി, ആ പദ്ധതിയാണ് യുദ്ധം ക്ഷണിച്ചു വരുത്തിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുടിനാണ് യുദ്ധത്തിലേക്ക് നീങ്ങിയതെങ്കിലും, റഷ്യയാണ് യുദ്ധത്തിലേക്ക് നീങ്ങിയതെങ്കിലും യഥാർത്ഥത്തിൽ ആ കനൽ തരി എന്ന് പറയുന്നത് ഒരു നയചാതുരിയുടെ ഒരു കുറവാണ്. അമേരിക്കയുടെ ഭാഗത്തുനിന്നും യൂറോപ്പിന്റെ ഭാഗത്തുനിന്നും ഒരു പിഴവുണ്ടായി. അത് തിരുത്തുമെന്ന പ്രതീക്ഷയാണ്. അത് ട്രംപ് വരുമ്പോൾ ഇത് തിരുത്തലുണ്ടാകും, ആ നയത്തിൽ തിരുത്തലുണ്ടാകും. ഉക്രൈനെ ഒരു കാരണവശാലും നെയ്റ്റോയിൽ ചേർക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു യുദ്ധ സമാനമായ സാഹചര്യം അവിടെ പിന്നില്ല. അപ്പോൾ പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ പറയുന്നത് യുദ്ധമുണ്ടാക്കാൻ താല്പര്യപ്പെടുന്ന സെലൻസ്കിയാണ് എന്ന മട്ടിൽ ട്രംപ് പറയുമ്പോൾ അതിൽ സ്വയം വിമർശനപരമായ യാതൊരു എലമെന്റും ഇല്ലാതെ പോകുന്നു എന്ന ഒരു ഖേദവുമുണ്ട്. അതുകൊണ്ട് ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ വക്കിലാണ് ലോകം എന്ന് ട്രംപ് പറഞ്ഞാൽ അത് കുറച്ചൊക്കെ, കാരണം അതിന് അമേരിക്ക കൂടെ കാരണമാകുന്നു എന്ന രീതിയിലാണ്. ലോകത്തെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ഇറങ്ങിപ്പെടുന്ന അമേരിക്കയ്ക്ക് കൂടുതൽ യുദ്ധങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും, അത് വ്യാപാര യുദ്ധത്തിൽ തുടങ്ങി മറ്റു യുദ്ധങ്ങളിലേക്ക് എത്തിച്ചു നിർത്തുന്ന ഒരു റോളാണോ എന്നത്
ഒരുപക്ഷെ അത് ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് സ്വല്പം ഇരട്ടത്താപ്പും ഉണ്ട്. ട്രംപിന്റെ സംസാരങ്ങളിൽ കുറച്ച് ഇരട്ടത്താപ്പും ഉണ്ട്. അദ്ദേഹത്തിന് ആത്യന്തികമായി വേണ്ടത് സമാധാനമാണോ അതോ ആത്യന്തികമായി വേണ്ടത് സംഘർഷമാണോ എന്നതിനെ കുറിച്ചും ചിന്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ട്. നന്ദി മോഹൻ സാർ. ഐസൺ വിവരങ്ങൾ നൽകുകയായിരുന്നു. അപ്പം ശ്രീ മോഹൻ വർഗീസിൻ്റെ പ്രതികരണവും കൂടിയാണ് നമ്മൾ കേട്ടത്. ഇനി നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ആശങ്കപ്പെട്ട വിഷയത്തിലേക്ക്, താമരശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായി. നമ്മളൊരു പക്ഷേ സ്കൂളുകളിലോ കോളേജുകളിലോ ഒക്കെ കണ്ടിട്ടുള്ള ഒരു തമ്മിൽ തല്ല് എന്നതിനപ്പുറത്തേക്ക് അത് വലിയ ഗൗരവമുള്ള വിഷയമായി മാറുന്നത്. ആ കുട്ടി ഗുരുതരമായി പരിക്കേറ്റു എന്ന് കേട്ടപ്പോഴാണ്. ആ കുട്ടി ഇന്നലെ അർദ്ധരാത്രിയോടെ മരിച്ചു എന്ന വാർത്ത സത്യത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രതികൾ നമ്മൾ പറയുമ്പോൾ ഓർക്കണം, അവരും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസാണ് മരിച്ചത്. പുലർച്ചെ 12:30 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഷഹബാസിനെ കൊല്ലും എന്ന് പറഞ്ഞുള്ള ശബ്ദ സന്ദേശം പുറത്തു വന്നു. കൂട്ടത്തല്ലിൽ മരിച്ചു കഴിഞ്ഞാൽ പോലീസ് കേസെടുക്കില്ല എന്നും ഇൻസ്റ്റഗ്രാം വഴിയാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഷഹബാസിനെ മർദ്ദിച്ച വിദ്യാർത്ഥികളുടെ സന്ദേശമാണ് പുറത്തു വന്നത്. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. ഞാൻ പറഞ്ഞ അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? കണ്ണൊന്നും ഇല്ലോ. സൂര്യേ, എൻ്റെ വാപ്പ വിളിച്ചിരുന്നു. എൻ്റെ ഫുള്ളാ കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത്. പിന്നെ അതിന് ഇവരൊന്നും ഇല്ല വെച്ചാൽ നാഫീനല്ല വെച്ചത്. 2 ദിവസം കഴിയട്ടെ, അത് മാത്രമല്ല. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, കുട്ടികൾ തമ്മിൽ എന്തോ തർക്കമുണ്ടായി, അവർ പരസ്പരം ഏറ്റുമുട്ടി എന്നാണ് ആദ്യഘട്ടത്തിലൊരു വാർത്ത വരുന്നത്. അതിനുശേഷം ഈ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു 14-15 വയസ്സുള്ള കുട്ടികൾ ക്രൂരമായി മർദ്ദനം ഏറ്റുകഴിഞ്ഞാൽ അവർക്കുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മുതിർന്നവർക്ക് ബോധ്യമുണ്ടല്ലോ. ആ ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ മരണത്തിലേക്ക് പോകുമെന്ന് കരുതിയില്ല. അത്രയ്ക്ക് മരണകാരണമായ പരിക്കുകളായിരുന്നു ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളിലേക്കും ഒപ്പം വളരെ ഞെട്ടിക്കുന്ന ആ ശബ്ദ സന്ദേശങ്ങളിലേക്കും. ഈ മുഹമ്മദ് ഇക്ബാൽ മരണത്തിന് കീഴടങ്ങുന്നത് ഇന്ന് പുലർച്ചെ 12:30 കൂടിയിട്ടായിരുന്നു. നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ, വീണ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഈ അപകടത്തിൽ അല്ലെങ്കിൽ സംഘർഷത്തിൽ പരിക്കേറ്റ് മുഹമ്മദ് ഇക്ബാലിനെ സുഹൃത്തുക്കൾ മുഹമ്മദ് ഇക്ബാലിന്റെ വീട്ടിലാക്കുകയായിരുന്നു ചെയ്തത്. കാരണം ആന്തരികമായിട്ടുള്ള പുറമേയുള്ള വലിയ രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് രാത്രി തന്നെ, കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം നടന്നത്. അന്ന് രാത്രി തന്നെ ഈ 2 എളേറ്റിലെ MJHSS സ്കൂളിലെ കുട്ടികളും താമരശ്ശേരി GVHSS സ്കൂളിലെ കുട്ടികളും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുകയായിരുന്നു. അവരുടെ 10ാം ക്ലാസ്സിലെ ട്രിസ് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നു ഈ 2 സ്കൂളിലെയും കുട്ടികൾ. അവരുടെ സെന്റ് ഓഫുമായി ബന്ധപ്പെട്ട ചടങ്ങിനിടെ MJHSS സ്കൂളിലെ കുട്ടികൾ ഒരു നൃത്തം അവതരിപ്പിക്കുന്ന സമയത്ത് ഫോണിന്റെ സാങ്കേതിക തകരാറ് മൂലം ആ നൃത്തം സ്റ്റക്ക് ആവുകയോ അല്ലെങ്കിൽ നിർത്തലാവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് താമരശ്ശേരി GVHSS കുട്ടികൾ കളിയാക്കുന്നു, കൂക്കി വിളിക്കുന്നു. ഇതാണ് ഒരു സംഘർഷത്തിലേക്ക് എത്തിയത്. ഞായറാഴ്ച വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി. അധ്യാപകരൊക്കെ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നം അവസാനിപ്പിക്കുകയും വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് 2 സ്കൂളിലെയും കുട്ടികൾ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ചർച്ചയുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും പകരം ചോദിക്കണം, വെല്ലുവിളിക്കണം എന്നുൾപ്പെടെയുള്ള രീതിയിൽ അവർ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു. അത്തരത്തിലുള്ള സംഭാഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ അല്പം മുമ്പ് കേട്ടത്. മുഹമ്മദ് ഷഹബാസിനെ കൊല്ലണം എന്നതുൾപ്പെടെയുള്ള രീതിയിൽ അവർ ആശയം പങ്കുവയ്ക്കുകയും ആ രീതിയിലേക്ക് ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യുന്നു. മാത്രമല്ല, ആൾക്കൂട്ട മർദ്ദനം ഉണ്ടായി ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളിപ്പോകുമെന്ന വിലയിരുത്തലിലേക്കും ഈ കുട്ടികൾ എത്തുന്നുണ്ട്. അത്തരത്തിൽ ഒരു ഗൂഢാലോചന നടത്തിയതിനു ശേഷമാണ് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടോടുകൂടി വീണ്ടും ഒരു സംഘർഷം ഉണ്ടാവുന്നത്. ആ സംഘർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് മാരകമായി പരിക്കേൽക്കുന്നുണ്ട്. എന്നാൽ ഈ പരിക്ക് കണ്ടെത്താൻ കുട്ടികൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നഞ്ചക്ക് ഉൾപ്പെടെയുള്ള ഉപയോഗങ്ങൾ അല്ലെങ്കിൽ നഞ്ചക്കിന് സമാനമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു മർദ്ദനം എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുക. അന്വേഷണ സംഘത്തിൽ നിന്ന് അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. ഈ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ ഇവർ ഇത്തരത്തിൽ ആസൂത്രണം നടത്തി ആയുധം ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിച്ചു. കേസുണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതിനെ കുറിച്ച് പഠിച്ചു, അത് കൂട്ടുകാരുമായി പങ്കുവച്ചു. അങ്ങനെ കൃത്യമായ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ആസൂത്രണം നടത്തിയതിനു ശേഷമാണ് ഈ സംഘർഷത്തിലേക്ക് എത്തിയത്. സംഘർഷം നടന്നതിന് ശേഷവും മുഹമ്മദ് ഷഹബാസിന് ഗോകുലിലേക്ക് എത്താം, ദയവായി തുടരുക. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി BJP നേതാവും റിട്ടയർഡ് അധ്യാപികയുമായ പ്രൊഫസർ VT രമ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി VT രമ, ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. ഒരു
മർദ്ദനത്തിലേക്കൊക്കെയാണ് കടന്നത്, കൂട്ടത്തല്ലിലേക്കൊക്കെയാണ് കടന്നതെങ്കിൽ പോലും ആ ചെറിയ കുട്ടികളുടെ മനസ്സിൽ ആ വിദ്യാർത്ഥിയെ കൊല്ലണം എന്നുള്ള ഒരു മനോഭാവം തന്നെ വച്ച് പുലർത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ കൂട്ടമായി മർദ്ദിക്കുന്നത്. ആ കൊച്ചുകുട്ടി ഇന്നലെ മരിക്കുകയും ചെയ്തു. ഇതെല്ലാം 14-15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ് ഇതിൽ പങ്കാളികളായത് എന്നുള്ളതാണ്. എത്രത്തോളം ഞെട്ടിപ്പിക്കുന്നതാണ് കേരളത്തിലെ സാഹചര്യം. തീരെ ആശാവഹമല്ലാത്ത ഒരു സമൂഹ ജീവിതമാണ് ഇന്ന് കേരളത്തിലുള്ളത്. പണ്ട് അമേരിക്കയിലെ ഏതെങ്കിലും കുട്ടികള് ക്ലാസ് റൂമിലെ കുട്ടികളെ കയറി വെടിവെച്ചു എന്നൊക്കെ അപൂർവമായ ചില വാർത്തകൾ കേട്ട് ഞെട്ടിയിരുന്നവരാണ് നമ്മൾ. പിൽക്കാലത്ത് അത് നമ്മളുടെ നാട്ടിലും കുറേശ്ശെയൊക്കെ ബാധകമായി. 1984 തോന്നുന്നു, 74 തോന്നുന്നു, പട്ടാമ്പി കോളേജിലെ ഒരു കുട്ടികൾ തമ്മിലുള്ള ഒരു അക്രമവും അതിലൊരു ആകസ്മിക മരണവും നടന്നു. അതൊക്കെ വലിയ വാർത്തകളായിരുന്നു. കാരണം റയറസ്റ്റ് ഓഫ് റയർ ആയിരുന്നു അതൊക്കെ. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന കഴിഞ്ഞ 8-9 ഒക്കെ കൊല്ലമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വന്നതിന് ശേഷം തുടർ ഭരണത്തിന്റെ തന്നെ തുടർച്ച എന്നതുപോലെ ക്യാമ്പസ് അക്രമങ്ങളും ചെറുപ്പക്കാരുടെ ഇടയിലുള്ള അക്രമശീലങ്ങളും ഒരുപാട് തഴച്ചു വളരുകയാണ്. ഒരു വശത്ത് തീവ്രവാദികളുടെ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു. കൃത്യമായി എങ്ങനെ വധിക്കാമെന്ന് പഠിപ്പിച്ച് ചെറുപ്പക്കാരെ സമൂഹത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു വിഭാഗം ഒരു വശത്ത്, മറുവശത്ത് കുട്ടികളുടെ ഇടയിലുള്ള ഇത്തരം അക്രമവാസനകൾ. ഇത് ഒരു സാധാരണ അക്രമവാസനയല്ല. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ചെറിയ ഒരു അടിയും പിടിയൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടാകും. പക്ഷെ ഇതല്ല, പ്ലാൻഡ് മേർഡർ എന്ന് പറയുന്നതാണ്. ശരിക്കും കോൾഡ് ബ്ലഡഡ് മർഡറിനാണ് കുട്ടികൾ ഇന്ന്, ക്രൂരമായ കൊലപാതകത്തിനാണ് കുട്ടികൾ ഇന്ന് ഒരുങ്ങി വരുന്നത്. അപ്പൊ ഇതിന്റെ പിന്നില് ഒരു സ്വാഭാവിക മനസ്സ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സ്വാഭാവിക മനസ്സിലെ കുട്ടികള് കളങ്കിത എന്ന് പറയാൻ പറ്റില്ല, നിഷ്കളങ്കര ആണ് ഒരു പരിധി വരെ എന്ന് നമുക്ക് പറയേണ്ടി വരും, സ്കൂൾ കുട്ടികൾ പ്രത്യേകിച്ച്. അപ്പൊ അവർക്ക് ഇത്തരം അക്രമവാസന ഉണ്ടാകുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇന്ന് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്, ഒന്ന്, എന്തും ചെയ്യാം, എന്ത് ചെയ്താലും ശിക്ഷ കിട്ടില്ല എന്ന ഒരു തോന്നല്. കാരണം കഞ്ചാവ് കയ്യിൽ വെച്ചാല് പിടിച്ചു കഴിഞ്ഞാല് 5000 രൂപ ഫൈനിട്ടാൽ രക്ഷപ്പെടാം. പക്ഷെ കൊലപാതകം നടത്തിയാല് രക്ഷപ്പെടാം. അതേസമയം ചെറിയ ഒരു അടിപിടി മാത്രമാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് കേസിൽ ശിക്ഷിക്കപ്പെടും. അതിന് വൃത്തികെട്ട ഒരു വ്യവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. രാഷ്ട്രീയത്തില് എന്തും നേടാം. മന്ത്രിയുടെ അല്ലെങ്കിൽ MLA മക്കളെ MDMA വെച്ചാൽ അത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. അപ്പൊ ഇങ്ങനെ ഒരു ലഹരിയുടെ ഒരു അതിപ്രസരം നമ്മളുടെ ക്യാമ്പസുകളിൽ നമ്മളുടെ കുട്ടികളുടെ ഇടയിൽ നമ്മൾ കാണുന്നുണ്ട്. അറിയുന്നില്ല കുട്ടികൾ, എന്റെ കുട്ടി ലഹരി കഴിക്കുന്നുണ്ടോ എന്ന് ഞാൻ അറിയുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ലഹരിക്ക് മാത്രമേ ഇത്തരം ഒരു പ്രവണതയിലേക്ക് നയിക്കാൻ സാധിക്കൂ. പക അതാണ് നമ്മൾ ഔഹാന്റെ കേസിലും കണ്ടത്. പകയാണ്. അപ്പൊ ആ പക ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് ഈ കോൾഡ് ബ്ലഡഡ് മർഡറിലേക്ക് നടക്കുന്നുണ്ടെങ്കിൽ മദ്യം കൊണ്ട് പോലും അതിന് സാധിക്കില്ല. ലഹരിക്ക് മാത്രമേ അത്തരം ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അതിന്റെ പ്രധാന കാരണം അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി അത് വരുന്നത് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ മേലാണ് ഞാൻ പറയുന്നത്. കുട്ടികളെ നശിപ്പിച്ച്, സമൂഹത്തെ നശിപ്പിച്ച്, കുടുംബങ്ങളെ തകർത്ത് സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാകുന്ന രീതിയിലേക്ക് കേരള ഗവൺമെന്റ് മാറി എന്ന് വളരെ ദുഃഖത്തോടെ പ്രതികരിക്കാതിരിക്കാൻ. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം സമൂഹത്തിൽ ഉണ്ടാകുന്ന എന്തു പ്രശ്നത്തിന്റെ പേരിലാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ആകുന്നത് എങ്കിലും അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കേണ്ടത്, അവരുടെ മനസ്സ് ശരിയാക്കേണ്ടത്, അവരെ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരാൻ ഭരണകൂടങ്ങൾക്ക് പ്രധാന പങ്കുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. ഇന്ന് ജനം ടിവിയുടെ തന്നെ വാർത്തയുണ്ട്. ഈ സ്കൂളുകളിലെ ലഹരി വിരുദ്ധ ക്യാമ്പയിനു വേണ്ടി സർക്കാർ മാറ്റിവെച്ചിരുന്ന തുക 50% വെട്ടിക്കുറച്ചുവെന്ന്. അത് വേണ്ട എന്ന് ഈ സർക്കാർ തീരുമാനമെടുക്കുന്നതിൻ്റെ കാരണം ഇപ്പോഴും അവ്യക്തമാണ്. കാരണം ഇപ്പോഴുണ്ടായ ഈ സംഭവം അടക്കം ഞെട്ടിപ്പിക്കുന്നതുമാണ്. അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ താങ്കൾ എന്ത് കരുതുന്നു? സമൂഹത്തിൽ ഏതൊക്കെ മേഖലകളിലാണ് ഇടപെടലുകൾ ഉണ്ടാകേണ്ടത്? എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികളെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നത്? സമൂഹത്തിലെ ഏതൊക്കെ മേഖലകളിലാണ് ഇടപെടലുകൾ ഉണ്ടാകാതെ ഇരിക്കേണ്ടത് എന്നാണ് ചിന്തിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വശത്ത് മുതിർന്നവരുടെ ഭാഗത്ത് അഴിമതി, ബാങ്കുകളിലെ അടക്കമുള്ള എല്ലാ ബാങ്ക് അഴിമതി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും, അത് സഹകരണ ബാങ്ക് അടക്കം, അത് ഗവൺമെന്റിന്റെ കണ്ണിന്റെ തൊട്ട് താഴെയാണ്. അതുപോലെയാണ് ഈ ലഹരിയുടെ കാര്യത്തില് കുട്ടികളെ ശിക്ഷിക്കുന്നില്ല.
ശിക്ഷ കൃത്യമായിട്ട് കൊടുത്തില്ല. നിർഭയ കേസിലെ പ്രതി, ഏറ്റവും ക്രൂരമായി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതി ഇപ്പോ ജുവനൈൽ കേസും കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് നടക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ ശിക്ഷിക്കുന്നില്ല? അതൊന്ന്. രണ്ട്, ശിക്ഷ അതൊക്കെ നമ്മുടെ ഒരുപാട് മാറ്റേണ്ടിയിരിക്കുന്നു നിയമവ്യവസ്ഥ. കേരളത്തിന് പ്രത്യേകമായിട്ട് ചെയ്യാമല്ലോ. അപകടം ഉണ്ടാകുന്നിടത്താണല്ലോ കൂടുതൽ കരുതൽ ഉണ്ടാകേണ്ടത്. പിന്നെ ലഹരി വിൽപ്പന എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല? ലഹരി പിടിക്കുന്നവരെ കയറഴിച്ച് വിടുകയാണ് ഗവൺമെന്റ്. കാരണം അതിന്റെ പിന്നിൽ നിർഭാഗ്യവശാൽ പറയട്ടെ, ഇത് പറഞ്ഞാൽ എനിക്ക് എന്റെ പേർക്ക് ആരോപണം വരുന്ന ഉറപ്പാണ്. പക്ഷേ ഈ ലഹരി വിൽപ്പനയുടെ, ലഹരി വിതരണത്തിന്റെ പ്രധാന കണ്ണികൾ ഇവരുടെ ഇന്നത്തെ ഭരണകൂടത്തിന്റെ സ്വന്തം ചെറുപ്പക്കാരുടെ ഇടയിലാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. ഇടത് വിദ്യാർത്ഥി സംഘടനകളും ഇടത് യുവാക്കളും ഒക്കെ ലഹരി വിൽപ്പനയുടെ പ്രധാന കണ്ണികളായി മാറുന്നു എന്ന് പത്രദ്വാര വാർത്തകൾ വരുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? ഇവരെയൊക്കെ കയറഴിച്ച് വിടുകയാണ്. ഇപ്പൊ ഇടതുപക്ഷത്തിന് കാശുണ്ടാക്കാനുള്ള ഒരു പ്രസ്ഥാനമായി ലോട്ടറി ആയിരുന്നു പണ്ട് എങ്കിൽ ഇപ്പോൾ അത് ലഹരി കൂടിയാണ്. ഇപ്പൊ ലഹരിയെ കാശുണ്ടാക്കാനും ചെറുപ്പക്കാർക്ക് കാശുണ്ടാക്കി ഇഷ്ടപ്രകാരം തോന്നിവാസം നടത്താനുമുള്ള ഒരു അനുമതിയുടെ പർവ്വമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് വെറും കൗൺസിലിംഗ് നടത്തിയത് കൊണ്ട് മാത്രം ഒന്നും സംഭവിക്കില്ല. കൗൺസിലിംഗ് നടത്തി ഒരു ചെവി കൂടി കേൾക്കും, മറ്റേ ചെവി കൂടി പോവും. ഒരു കുട്ടി പറഞ്ഞാൽ കേട്ടത് അങ്ങനെ അനുസരിക്കൊന്നുമില്ല. ശിക്ഷിച്ചാൽ തന്നെ പറ്റുള്ളൂ. നമ്മൾക്ക് ശിക്ഷ വേണ്ട, അതാണ് പ്രശ്നം. ശിക്ഷ ആർക്ക് വേണം? ഒന്നുമില്ലാത്ത ഇടതുപക്ഷം അല്ലാത്തവർ ആരെന്ത് ചെയ്താലും ശിക്ഷിക്കണം, ഞങ്ങളുടെ ആൾക്കാരെ ശിക്ഷിക്കേണ്ട. അപ്പൊ അവരെ ഈ ലഹരി നമ്മുടെ പെട്ടിപ്പീടികകളിലടക്കം സ്കൂളിന്റെ മുന്നില് ലഹരി വിൽക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല? ശിക്ഷിക്കണ്ടേ? അത് ചെയ്യുന്നില്ല. അഴിമതിയുടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ശിക്ഷിക്കുന്നുണ്ടോ? ഇല്ല. ചെന്താമരയ്ക്ക് വരെ ജാമ്യത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ ചെല്ലണമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിഹാന്റെ കാര്യത്തിലും അത് എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ പോലും, മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പോലും അഹാന്റെ കാര്യത്തില് ലഹരിയുടെ കാര്യം പറയുന്നില്ലല്ലോ, തെളിവില്ല. എന്തുകൊണ്ട്? അത് ഒന്ന് വേറെ ചില കാര്യങ്ങളുണ്ട്, നമുക്ക് കേട്ടാൽ മനസ്സിലാവും. അത് പേരുന്നാളും ഒക്കെ കേട്ടാൽ മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, ലഹരി ഉണ്ട്, ലഹരി കൊണ്ടാണ് ഇത്തരം അക്രമം എന്ന് ജനം അറിയാതിരിക്കാൻ സർക്കാരിന് നിർബന്ധമുണ്ട്. അപ്പൊ അത് പൂഴ്ത്തിവെക്കുകയാണ്. ലഹരിയുടെ കാര്യം പോലും പൂഴ്ത്തിവെച്ച് ലഹരി വിറ്റുകൊടുക്കുന്നത്. മെക്സിക്കോ ഒന്നും അല്ലല്ലോ. ഇത് മെക്സിക്കോയിലൊക്കെയാണ് പണ്ട് ലഹരി പറയുന്നത്. ഇതിപ്പം വല്ലാത്തൊരു വൃത്തികെട്ടവരുത്. നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ ധൈര്യമുണ്ടോ? കുട്ടികളെ സമൂഹത്തിലേക്ക് ഇറക്കി വിടാൻ ധൈര്യമുണ്ടോ? അവസാനം നമ്മൾ എങ്ങനെ ജീവിക്കും? നമ്മുടെ നാട്ടിലെ കുട്ടികളെ കുറിച്ചാണ് പ്രതീക്ഷ. ഒരു കുടുംബം ജീവിക്കുന്നത് അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് വളർന്നു വരുന്ന മക്കളിലാണ്. ആ മക്കൾ സ്കൂളിൽ അയച്ചാല് ലഹരി അനുഭവിക്കുകയും അങ്ങനെ അവരുടെ സ്വഭാവം നേരെ വികൃതമായി മൃഗത്തിന് പോലും ഇത്രയും മോശമല്ല സ്വഭാവം, ആ രീതിയിലേക്ക് മാറുന്നു എന്ന് പറയുമ്പോ മനഃശാസ്ത്രപരമായി നമ്മുടെ കുട്ടികൾ വളരെ തെറ്റായ രീതിയിലേക്കാണ് പോണത്. ഇതിന് വെറും കൗൺസിലിംഗ് നിർബന്ധമായും വേണം. അത് മാത്രം പോരാ, വീട്ടുകാർക്ക് കൗൺസിലിംഗ് വേണം. സർവോപരി ലഹരിയുടെ ഉപയോഗം 100% തടഞ്ഞേ പറ്റൂ. അതാണ് എനിക്ക് പറയാനുള്ളത് ആസ് എ മദർ ആൻഡ് ആസ് എ ടീച്ചർ. ശരി, വളരെ നന്ദി ശ്രീമതി VT രമ പ്രതികരിച്ചതിന്. ഗൂഗിളിലേക്ക് പോവുകയാണ്. ഗൂഗിൾ, ഈ പ്രതികൾക്കെതിരെ നിലവിൽ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഏറെ ഞെട്ടിപ്പിക്കുന്നത് ഇവരുടെ ശബ്ദ സന്ദേശമാണ്. അതായത് സഹപാഠിയോടുള്ള ദേഷ്യം കാരണം പലപ്പോഴും മർദ്ദനത്തിലേക്കും കൂട്ടത്തല്ലിലേക്കും ഒക്കെ കലാശിക്കാറുണ്ട്. പക്ഷേ ഇവിടെ കൊല്ലണം, ചത്താലും ഒന്നുമില്ല, നമുക്ക് ഈ കൂട്ടത്തല്ലിൽ പോലീസ് കൊലക്കുറ്റം ചുമത്തുകയില്ല, അല്ലെങ്കിൽ പോലീസ് കേസ് എടുക്കുകയില്ല തുടങ്ങിയ അത്തരത്തിലുള്ള ശബ്ദ സന്ദേശമാണ് ഈ സഹപാഠികൾ തമ്മിൽ കൈമാറുന്നത്. അത് ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതുതന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ ഒരു സംഭവത്തെ സമീപിക്കുക, ഒരു സഹപാഠിയായ ഒരു വ്യക്തിയെ കൊല ചെയ്യാൻ പോലും ആസൂത്രണം നടത്തുക, ഗൂഢാലോചന നടത്തുക എന്ന് പറയുമ്പോൾ ഈ 15 വയസ്സുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഏതുതരം മാനസികാവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നിസ്സാരമായ ഒരു സംഭവമാണ് ഇത്തരത്തിലൊരു കുട്ടിയുടെ മരണത്തിലേക്ക് എത്തിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു സെൻഡ് ഓഫ് നടത്തുന്നു, സ്വാഭാവികമായിട്ടും സ്കൂളുകളൊക്കെ സെൻഡ് ഓഫ് നടത്തുന്നതാണ്. അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നു. സംഘർഷവും നമ്മൾ പല സ്ഥലങ്ങളിൽ സംഘർഷമൊക്കെ ഉണ്ട്. പക്ഷെ ഇത്തരത്തിൽ ഒരു ക്രൂരതയിലേക്ക് നയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി കൊലപാതകത്തിലേക്ക് നടത്താൻ വേണ്ടി ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ നമ്മുടെ സമൂഹത്തിലെ പോക്ക് എങ്ങോട്ടേക്കാണ് എന്ന് നമ്മൾ എല്ലാവരും ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അടിക്കടിയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് അതിന്റെ ഗൗരവവും പ്രാധാന്യവും ഒക്കെ
വർദ്ധിപ്പിക്കുന്നു. സർക്കാർ സംവിധാനം ഉൾപ്പെടെ ഇതിൽ കൂടുതലായി ഇടപെട്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരുപാട് പരിചയമുള്ള ആളുകളായിരിക്കും. കാരണം ട്രിസ് ട്യൂഷൻ സെന്ററിലേക്ക് വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ എത്തുന്നു. ഒരുപാട് നാളുകളായിട്ട് പരിചയമുള്ള ആളുകളായിരിക്കാം ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നടത്തിയത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വൈരാഗ്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷെ അതിലേക്ക് നയിച്ച കാരണങ്ങളെ ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല. കാരണം ഒരു സെൻഡ് ഓഫ് പരിപാടി നടത്തുന്നതിനിടെ നൃത്തം അവതരിപ്പിക്കുന്നു. ആ നൃത്തം തടസ്സപ്പെട്ടത് മൂലം വിദ്യാർത്ഥികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂക്കി വിളിക്കുന്നു. ആ കൂക്കി വിളി ഒരു കൊലപാതകത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു 15-കാരന്റെ മരണത്തിന് കാരണമാവുക എന്ന് പറയുന്നത് ഒരിക്കലും ആശ്വാസകരമായിട്ടുള്ള കാര്യമല്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങളെ എന്തായാലും തടയേണ്ടതാണ്. അതിന് നേരത്തെ ഈ പറഞ്ഞ നമ്മൾ പങ്കുവെച്ചതുപോലെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗമൊക്കെ ഭാഗമായിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച ഗൗരവമായിട്ടുള്ള അന്വേഷണമൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ടതാണ്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് നമ്മൾ കണ്ടതാണ്. ഇതുപോലെ തന്നെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സെൻഡ് ഓഫ് ചടങ്ങിലേക്ക് കിലോ കണക്കിന് കഞ്ചാവ് വിതരണം ചെയ്യുകയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അത് ഉപയോഗിക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് പുറത്തു വരുന്നു. അങ്ങനെ ഈ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കൗമാരപ്രായക്കാരായിട്ടുള്ള ആളുകൾ നമുക്കൊക്കെ മനസ്സിലാവാത്ത മറ്റേതൊരു ലോകത്തിലേക്ക് സഞ്ചരിക്കുക, അവിടെ അവരുടേതായ ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുക എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നതായിട്ടാണ് അടുത്തടി പുറത്തു വരുന്ന വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങേയറ്റം ഗൗരവമുള്ളതും നമ്മുടെ സർക്കാർ സംവിധാനം ഉൾപ്പെടെയുള്ള സാംസ്കാരിക സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച ചെയ്യേണ്ടതും ഏറ്റെടുക്കേണ്ടതുമായിട്ടുള്ള ഒരു വിഷയമാണ് ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഗോകുൽ തുടരുക. ഇപ്പോൾ പ്രതികരിക്കുന്നതിനായി ABVP സംസ്ഥാന സെക്രട്ടറി ശ്രീ ഈശ്വരപ്രസാദ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഈശ്വരപ്രസാദ്, താമരശ്ശേരിയിൽ കൂട്ടത്തല്ലിൽ ആ വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ഈ സഹപാഠികൾ ഇങ്ങനെ മർദ്ദിക്കുമ്പോൾ അവർക്ക് ബോധ്യമുണ്ടായിരുന്നു ഈ വിദ്യാർത്ഥി മരിക്കണം, കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു കൂട്ടത്തല്ലിലേക്ക് എത്തിയത്. എന്തായാലും കുട്ടികളുടെ മനസ്സ്, 14-15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളുടെ മനസ്സ് ഈ രീതിയിലേക്ക് ഒരു കൊലവിളി നടത്തുകയും തിരിച്ചത് കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന മനസ്സിലേക്കും പ്രയോഗിക്കുന്ന രീതിയിലേക്കും ഒക്കെ മാറിയിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു? ആദ്യം തന്നെ ആ കുടുംബത്തിന്റെ വിഷമത്തിൽ പങ്കുചേരുകയാണ്. നമുക്കറിയാം, ഇതൊരു കുടുംബത്തിന്റെ മാത്രം വിഷമല്ല, ഇന്നിപ്പോ കേരള സമൂഹത്തിന്റെ മൊത്തം വിഷമമായിട്ട് ഇത്തരം സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിരം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് സർക്കാർ അതിന് വേണ്ട രീതിയിലുള്ള പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു വലിയ പ്രവർത്തനം നടത്തേണ്ട ഒരു സമയമാണ്. നമുക്കറിയാം, വിദ്യാർത്ഥികളുടെ മനോനില മറ്റൊരു തലത്തിലേക്ക്, നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തിലേക്ക് ഒരു തലത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 2 മാസമായിട്ട് നമുക്ക് അറിയാൻ ഈ വർഷം ആരംഭിച്ച കാലം തൊട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. അതിലൊന്ന് മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങളുടെ ഇടപെടലുകളുണ്ട്, അതേപോലെ സോഷ്യൽ മീഡിയ. പക്ഷേ അതിനെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാനിങ്ങുകളും കാര്യങ്ങളും നടത്താൻ പറ്റും. പക്ഷെ അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അത്തരം കാര്യങ്ങളിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ തോന്നുന്നത്. മാത്രമല്ല, നമുക്കറിയാം, ശിക്ഷകളും പല സമയത്തും പ്രതികൾ രക്ഷപ്പെടുന്ന രീതിയിലാണ് അന്വേഷണവും കാറ്റും മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്നും മാറി കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടക്കുകയും തക്കതായ ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന സമയത്താണ് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി സാധിക്കുക. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളുടെ ഈ ഒരു മനോനിലയിലുള്ള മാറ്റം അത് ചർച്ച ചെയ്യപ്പെടേണ്ടതും അതിന് വേണ്ട പരിഹാരം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ ഈശ്വരപ്രസാദ് പ്രതികരിച്ചതിന്. താമരശ്ശേരിയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ വകുപ്പുതല അന്വേഷണം നടത്താൻ ഉത്തരവിട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംഭവത്തിൽ കോഴിക്കോട് വിദ്യാഭ്യാസ ഡയറക്ടർ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. സംഭവം ഏറെ ദുഃഖകരമെന്നും വിദ്യാഭ്യാസ മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഇപ്പോൾ നിലവിൽ വകുപ്പുതല അന്വേഷണമൊക്കെ നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്, പ്രാഥമിക റിപ്പോർട്ടും കൈമാറിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും സമൂഹത്തിൽ ഉണ്ടാകുന്ന, വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ ഒരു മാനസികാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തിയേ മതിയാകുള്ളൂ, ഇതിൻ്റെ കാരണവും കണ്ടെത്തിയേ മതിയാകുള്ളൂ. അതുകൊണ്ട് ഈ റിപ്പോർട്ടുകളിൽ മാത്രം ഒതുങ്ങേണ്ടുന്നതല്ല എന്നുള്ളതല്ലേ യഥാർത്ഥ വസ്തുത? തീർച്ചയായിട്ടും രോഹിണി, അത്തരത്തിൽ തന്നെയാണ് ഈ താമരശ്ശേരിയിലെ വിദ്യാർത്ഥിയിലെ മരണം അതീവ ദുഃഖകരമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ താമരശ്ശേരി സ്കൂളിന് പുറത്തു വെച്ചുണ്ടായ സംഘർഷം എന്ന വാർത്താക്കുറിപ്പിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ MJ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ഷഹാസിന്റെ മരണത്തിനിടയാക്കിയ കാരണം അടിയന്തരമായിട്ട് തന്നെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വകുപ്പ് തല
അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇക്കാര്യം അന്വേഷിക്കുകയും പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂളിന് പുറത്തുണ്ടായ സംഭവമെന്ന് എടുത്തു പറയുമ്പോഴും അത് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. സമീപകാലത്ത് ഉണ്ടായിരുന്ന ഏറ്റവും ദുഃഖകരമായിട്ടുള്ള സംഭവമാണ് ഈ താമരശ്ശേരിയിൽ ഉണ്ടായിട്ടുള്ള ഈ കൊലപാതകം, ഈ കുട്ടികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള കൊലപാതകം എന്ന് പറയുന്നത്. സമാനമായ രീതിയിൽ തിരുവനന്തപുരത്തും 2 മാസങ്ങൾക്ക് മുമ്പ് സ്കൂൾ കുട്ടികൾ തമ്മിൽ തല്ലുണ്ടാകുകയും ഒരു കുട്ടി +2 വിദ്യാർത്ഥി 9ാം ക്ലാസ്സുകാരനെ കുത്തി പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ സംഘർഷങ്ങൾ, കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ, ഇതിലൊക്കെ ഒരു വകുപ്പ് തല അന്വേഷണം മാത്രം നടത്തി അതിന് ആ ഒരു അന്വേഷണത്തിലേക്ക് മാത്രം ചുരുക്കുന്ന പ്രവണത സമീപകാലങ്ങളിലായിട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഇടപെടലുകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം നടത്താനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂളിന്റെ പുറത്ത് വെച്ച് നടന്ന സംഭവമായതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ ഉപഡയറക്ടറെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. അടുത്ത എന്താണ് തീരുമാനം എന്നുള്ള ഘട്ടത്തിലേക്ക് നടക്കും. എന്തായാലും ഇനിയൊരു റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ ഈ സംഭവത്തിൽ കൂടുതൽ നടപടികളിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ ചർച്ചകളിലേക്കോ മുന്നോട്ട് പോവുകയുള്ളൂ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രോഹിണി. ശരി, ടിൻഡുവിനോടൊപ്പം അരുൺ കൊടുങ്ങൂർ കൂടി ചേരുന്നുണ്ട്. അരുൺ, വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഉണ്ടായത്, വിദ്യാർത്ഥിയുടെ മരണം. അതുമായി ബന്ധപ്പെട്ട വകുപ്പ് തല അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ പ്രാദേശികമായി ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ? കാരണം ഈ വിദ്യാർത്ഥികൾക്കിടയിൽ ഇങ്ങനെ സംഘർഷ സാഹചര്യം ഉണ്ടായതും കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി കൂട്ടത്തല്ലിലേക്കൊക്കെ പോകുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ ദൃശ്യങ്ങൾ പുറത്ത് വന്നതോടെ വലിയ ആശങ്കയിലാണ് ഒരു നാടെന്നായ. കാരണം അത്ര വലിയ ഒരു ക്രൂരമായ ഒരു അക്രമം അത് മുൻകൂട്ടി നിശ്ചയിച്ച് ഇപ്പോൾ ഈ ശബ്ദ സന്ദേശം കൂടി പുറത്തു വന്നതോടെ നാട്ടുകാരൊന്നാകെ വലിയൊരു ആശങ്കയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കാരണം ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമായി തന്നെ ഒരു വലിയ കൊലപാതകമായി തന്നെ ഇത് മാറുകയും ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അത്ര ക്രൂരമായിട്ടായിരുന്നു ഷഹബാസിനെ ഉണ്ടായിരുന്ന ആ ദൃശ്യങ്ങളിലൂടെയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിന്റെ എത്രത്തോളം വലിയൊരു ഭീകരതയായിരുന്നു എന്ന് നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തതുമാണ്. അതിന് പിന്നാലെയാണ് ഈ ശബ്ദ സന്ദേശം കൂടി പുറത്തു വരുന്നത്. അതായത് ഈ കൃത്യമായി തന്നെ ഈ കൊല്ലണം എന്നുള്ള ഒരു ആസൂത്രണത്തോടെ തന്നെ ചെയ്ത ഒന്നായിരുന്നു എന്നുള്ളതാണ്. കേവലം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ മാത്രമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ ഇവർക്ക് എങ്ങനെ ഇത് ചെയ്യാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. അത് തന്നെയാണ് ഏറ്റവും വലിയ ആശങ്കയായി നിലനിൽക്കുകയും ചെയ്യുന്ന. അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അവർക്ക് ഈ തുറന്നു പറയുന്നതിനുള്ള ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവർ ഈ കാര്യങ്ങളൊക്കെ തന്നെ കൂടുതലായി പറയാതിരിക്കുകയും ചെയ്തത്. അത്ര എന്തായാലും ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്തതുപോലെ തന്നെ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് യുവതലമുറയുടെ പോക്ക് എങ്ങോട്ട് എന്നുള്ള ഒരു വലിയ ചോദ്യം അത് വലിയ ഒരു പ്രശ്നമായി തന്നെ നിൽക്കുന്നു. എങ്ങനെയാണ് ഇത്ര ക്രൂരമായ ഒരു മനസ്സിലേക്ക് ഈ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ എത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായി ഇവർ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു 10ാം ക്ലാസ്സുകാരന് 15 വയസ്സുള്ള കുട്ടിക്ക് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. എന്തായാലും ചെറിയ ഒരു തർക്കമാണ് ഇത്തരം വലിയൊരു അക്രമത്തിലേക്കും ഇത്തരം വലിയൊരു കൊലപാതകത്തിലേക്കും ഇത്തരം ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകത്തിലേക്കൊക്കെ മാറാനുള്ള ഒരു സാധ്യതകളൊക്കെ തന്നെ വരികയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് വിശദമായി തന്നെ പരിശോധിക്കുകയാണ് പോലീസ്. വിശദമായ ഒരു അന്വേഷണം പോലീസ് ഉദ്യോഗസ്ഥർ ഇവർ കൂടുതൽ കാര്യങ്ങൾ പറയാനാകുന്നില്ല എന്ന് അവർ പറയുമ്പോഴും വിശദമായ ഒരു അന്വേഷണം നടത്തുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അല്പസമയങ്ങൾക്ക് മുമ്പ് തന്നെ വിദ്യാഭ്യാസ മന്ത്രി വിശദമായ റിപ്പോർട്ട് ഈ വിഷയത്തിൽ തേടിയിട്ടുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കുട്ടിയെ ഈ സംഭവത്തിന് ശേഷം വീട്ടിലെത്തിക്കുമ്പോൾ വീട്ടുകാർക്കോ ഒന്നും അല്ലെങ്കിൽ കൊണ്ടാക്കിയ കൂട്ടുകാർക്കോ അധ്യാപകർക്കോ ഈ കുട്ടിക്കോ പോലുമോ ഒരു പക്ഷേ അവനേറ്റ മർദ്ദനത്തിൻ്റെ ആഘാതം വ്യക്തമായിരുന്നില്ല. ആന്തരിക രക്തസ്രാവമാണ് സംഭവിച്ചത്. പുറമേക്ക് ഒരു പരുക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. രാത്രി ഛർദ്ദിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. നഞ്ചക്കൊക്കെ കൊണ്ടുവന്നുള്ള
കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ് നടന്നത് എന്ന് പിന്നീട് ഈ ശബ്ദ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാകുമ്പോഴാണ് എത്രത്തോളം ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത്, കടന്നു പോകുന്നത്, അവരുടെ മാനസികാവസ്ഥ മാറിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു വലിയ ഞെട്ടലാണ് ഈ പ്രദേശവാസികൾക്കായാലും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നവർക്കായാലും ഒക്കെ ഉയരുന്നത്. വേണം കരുതാൻ. കാരണം അത്തരമൊരു വലിയ ഒരു പ്രശ്നമായി, ഒരു സാമൂഹ്യ വിപത്തായി തന്നെ ഈ വിഷയം മാറുകയാണ്. അതിൽ ആ ഓഡിയോ സന്ദേശത്തിൽ തന്നെ അവർ എത്രത്തോളം വൈരാഗ്യത്തോടെയാണ് ഈ കാര്യങ്ങളെ ഇവർ നോക്കിക്കാണുന്നതെന്നാണ് എടുത്തു പറയേണ്ടത്. കാരണം അത്രത്തോളം ഒരു വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അതിൽ കൃത്യമായി തന്നെ ഈ ഒരു അക്രമത്തിലേക്ക് കലാശിച്ചുകൊണ്ട് അത് കൃത്യമായി വകവരുത്തുക എന്നുള്ള, ഇല്ലാതാക്കുക എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥയിലേക്ക്, കേവലം പ്രായം അധികമില്ല, ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ്, ആ കുട്ടികൾ തന്നെയാണ് ഇത്തരം ഒരു വിഷയങ്ങളിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായി ഉള്ളത്. എന്തായാലും ഈ വിഷയത്തെ അത്ര സമഗ്രമായി തന്നെ കാണുക എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവത്തിന് അപ്പുറത്തേക്ക് ഒരു വലിയ വിപത്തായി ഇത് മാറുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. അതിനനുസരിച്ചുള്ള ഒരു വലിയ കൂടിയാണ് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ ഒരു നടപടി ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യമാണ് ഈ പ്രാദേശിക തലത്തിൽ എല്ലാവരും മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് തന്നെ ആ ഒരു അന്വേഷണം തന്നെ നടക്കുന്നു. ഈ ദൃശ്യങ്ങളുടെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ, വാട്സപ്പ് സന്ദേശത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള ഒരു പരിശോധന, ആ പരിശോധന തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു കൃത്യമായി തന്നെ അന്വേഷണം നടത്തുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിധം. എന്തായാലും കൊലക്കുറ്റം ചുമത്തിക്കൊണ്ട് പോലീസ് അന്വേഷണം നടത്തുകയാണ്. കുറ്റ ആരോപിതരായ 5 വിദ്യാർത്ഥികളെയും ജുവനൈൽ ജസ്റ്റിസിന് മുന്നിൽ ഹാജരാക്കാനാണ് രക്ഷിതാക്കൾക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും തുടർ നടപടികളുമായി മറുവശത്ത് പോകുമ്പോഴും നേരത്തെ വീണ ചോദിച്ച പോലെ ഒരു വലിയ ചോദ്യം സമൂഹത്തിന് മുന്നിലേക്ക് ഉയർന്നു നിൽക്കുകയാണ്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. ഏതായാലും പുതിയ ശബ്ദ സന്ദേശങ്ങളൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എല്ലാവരെയും ആശങ്കപ്പെടുത്തേണ്ട ഒരു സാഹചര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വീണ്ടും ആവർത്തിച്ച് പറയേണ്ട, എങ്ങനെ ഇത്തരം ക്രൂരമായ കൊലപാതകം ഈ ചെറിയ അരുൺ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്, ദയവായി തുടരുക. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ഡോക്ടർ ജെ പ്രമീള ദേവി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീമതി പ്രമീള ദേവി, താമരശ്ശേരിയിൽ മർദ്ദനത്തിന് ഇരയായ കുട്ടി മരിച്ചു. നമുക്കറിയാം ഏതു രീതിയിലാണ് ഈ മർദ്ദന മുറകളൊക്കെ നടന്നത് എന്നുള്ളത്. കേരളത്തിലെ പൊതുസമൂഹം ഞെട്ടുന്ന തരത്തിലേക്കാണ് വിദ്യാർത്ഥികളുടെ പെരുമാറ്റം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കുറ്റം മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരത്തിലുള്ള അടിപിടി കേസുകൾ, ബസ്സിനുള്ളിൽ കത്തിയുമായി വിദ്യാർത്ഥിയെ ആക്രമിക്കുക, ഇങ്ങനെയൊക്കെയുള്ള നിരന്തരം വിദ്യാർത്ഥികൾക്കിടയിൽ, അതും കൊച്ചുകുട്ടികൾക്കിടയിലൊക്കെ ഇങ്ങനെ അക്രമവാസന പെരുകുകയാണ്. ഇതിനുള്ള കാരണം എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? നമസ്കാരം. തീർച്ചയായിട്ടും ഇതൊരു വലിയ പകർച്ചവ്യാധിയുടെ ഫലങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ വേരുകളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. കാരണം എന്നല്ല, കാരണങ്ങൾ തന്നെ ഇതിന്റെ പിറകിലുണ്ട് എന്ന കാര്യം നിസ്സംശയമാണ്. പ്രധാനമായും ലഹരി. ഏതാണ്ട് 5-6 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞാൻ സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചുമതലയുണ്ടായിരുന്ന സമയത്ത് കേരളത്തിലെ ഒട്ടുമിക്ക വിദ്യാലയങ്ങളുടെയും പരിസരത്ത് ലഹരി വളരെ സുലഭമാണ് എന്നെനിക്ക് അന്ന് പോയി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വർഷങ്ങൾ കൊണ്ടത് 10 മടങ്ങ് സുലഭമായിട്ടുണ്ടാവും. നമ്മുടെ കുട്ടികളുടെ കയ്യിൽ അത് മിഠായിയുടെ രൂപത്തിലോ ആകർഷകമായ മറ്റ് വസ്തുക്കളുടെ രൂപത്തിലോ എത്തുന്നുണ്ടാവും. നമ്മുടെ കുട്ടികൾ ഇത് വാങ്ങി ഉപയോഗിക്കുകയും പലരും ഇത് വിപണനം നടത്തി പണം ഉണ്ടാക്കി കൂടുതൽ വാങ്ങാനും ഉപയോഗിക്കാനുമുള്ള സൗകര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ലഹരിയാണൊരു മുഖ്യമായ വലിയ പ്രശ്നം തന്നെ. അതിന് യാതൊരു സംശയവുമില്ല. ലഹരിയുടെ അമിതമായ ലഭ്യത തന്നെയാണ് ഇതിന്റെ പ്രശ്നം. ഇത് നിയന്ത്രിക്കേണ്ടത് ഭരണകൂടമാണ്, അതോടൊപ്പം പൊതുസമൂഹവുമാണ്. രണ്ടാമത്, കുട്ടികളെ പഠിച്ച് റാങ്ക് നേട് എന്നുള്ള ഒരു നിർദ്ദേശത്തിനപ്പുറം നല്ല മനുഷ്യരായി വളരൂ എന്ന നിർദ്ദേശം എത്ര കുട്ടികൾക്ക് എത്ര വീടുകളിൽ കിട്ടുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അയൽവക്കത്തെ കുട്ടിയെക്കാളും ക്ലാസ്സിലെ മറ്റു കുട്ടികളെക്കാളും മികച്ച മാർക്ക് വാങ്ങണം, അവരെക്കാൾ മികച്ച പദവികളിൽ എത്തണം എന്ന നിർദ്ദേശം ഒഴികെ, മത്സര ബുദ്ധിയുടെ തീവ്രത ഒഴികെ
നല്ല മനുഷ്യനായി ജീവിക്കുന്നതാണ് കൂടുതൽ പ്രധാനമെന്ന് ഏത് കുട്ടിയോട് ഇക്കാലത്തും മാതാപിതാക്കള് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന ശിക്ഷണം, ലഹരിയുടെ ലഭ്യത, ഇതിനു പുറമെ കുട്ടികളെ കണ്ടാണ് പഠിക്കുന്നത്, കേട്ടല്ല. കുട്ടികൾ നോക്കുമ്പോൾ മാതാപിതാക്കളും പൊതുസമൂഹവും ജീവിക്കുന്നത് യാതൊരു വിധമായ സാൻമാർഗികതയും അവകാശപ്പെടാനില്ലാത്ത രീതിയിലാണ്. പരസ്പരം അസൂയയും കുശുമ്പും നിറഞ്ഞ സംഭാഷണങ്ങൾ, ആരെ ഏതു തരത്തിൽ ദ്രോഹിച്ചാലും ഉണ്ടാകാവുന്ന നേട്ടങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ ഭാരതത്തിനൊരു കാലത്തുണ്ടായിരുന്ന നന്മകൾ മുഴുവൻ നഷ്ടപ്പെടുത്തിയ ഒരു പൊതുസമൂഹമാണ് കുട്ടി വീടിനകത്തും പുറത്തും കാണുന്നത്. ഇത് സ്വാംശീകരിക്കുന്നു കുട്ടി തീർച്ചയായും. നമ്മളറിയാതെ കുട്ടികളുടെ മനസ്സിനെ പറ്റി പറയുന്നത് നമുക്കറിയാമല്ലോ, എളതാം ചിത്തവും വെള്ളക്കടലാസും ഒരുപോലെയാം എന്നാണ്. കാണുന്നതൊക്കെ എഴുതുന്നതൊക്കെ തെളിയുന്ന വെള്ളക്കടലാസാണ്, ബ്ലോട്ടിംഗ് പേപ്പറുമാണ് അവരുടെ മനസ്സ്. ഈ കാര്യങ്ങൾ അവർ ഒപ്പിയെടുക്കുന്നു, ഇവരത് സ്വാംശീകരിക്കുന്നു. അതാണ് അപകടത്തിലേക്ക് നയിക്കുന്നത്. മറ്റൊന്നും നമുക്കിപ്പോ നമ്മുടെ സമൂഹത്തിലൊരു ധാരണ തന്നെ ഉണ്ട്, എന്തു കുറ്റകൃത്യങ്ങൾ ചെയ്താലും നിങ്ങൾ ഗോവിന്ദസ്വാമിയെ പോലെ ജയിലിൽ കിടന്ന് തടിച്ചു കൊഴുത്ത് കൂടുതൽ സുമുഖനായി പുറത്തിറങ്ങാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഇവിടെ എന്നത്. നമ്മുടെ നിയമവ്യവസ്ഥയിൽ കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടുന്ന കാലം അതിക്രമിച്ചിരുന്നു. ഇപ്പോ കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട് നിരവധി ആളുകളെ കൊലപ്പെടുത്തിയ, സ്വകുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരനും ഒരുപക്ഷെ മറ്റൊരു ഗോവിന്ദസ്വാമിയുടെ ജീവിത ശൈലി തന്നെയായിരിക്കും ജയിലിൽ കിട്ടാൻ പോകുന്നത്. അയാൾ തിരിച്ചിറങ്ങുമ്പോഴും അയാൾക്ക് ജീവിക്കാൻ വർഷങ്ങൾ ബാക്കിയുണ്ട്. അതിനു പകരം നമ്മുടെ ധാരാളം നീതിന്യായ വ്യവസ്ഥയിലെ ജഡ്ജിമാരുടെയും മറ്റും വേക്കൻസികൾ കിടക്കുകയാണ്. അതാണ് പലപ്പോഴും വളരെ വേഗതയിൽ കാര്യങ്ങൾ നടത്താൻ സാധിക്കാതെ വരുന്നതെന്ന് പറയുന്നു. അത്തരം വേക്കൻസികൾ നികത്തിക്കൊണ്ട് നിയമ നടപടികൾ വളരെ വേഗതയിലാക്കുകയും കുറ്റമറ്റ രീതിയിലുള്ള കുറ്റപത്രങ്ങൾ സമർപ്പിക്കപ്പെടുകയും അതനുസരിച്ച് ശിക്ഷാവിധികൾ നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് കൂടിയുണ്ട്. കാരണങ്ങൾ ഇനിയും ധാരാളം ഉണ്ടെങ്കിലും എടുത്തു പറയാവുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, വളരെ നന്ദി ശ്രീമതി ജെ പ്രമീള ദേവി പ്രതികരിച്ചതിന്. അരുൺ കൊടുങ്ങൂറിലേക്ക് വീണ്ടും പോവുകയാണ്. അരുൺ, നമുക്കറിയാം ഈ ശബ്ദ സന്ദേശം പോലും എത്രത്തോളം ഞെട്ടിപ്പിക്കുന്നതാണ് എന്നുള്ളത്. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമോ സംഘർഷമോ മർദ്ദനമോ ഒന്നുമല്ല കലാശിച്ചത്. കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും എന്നുള്ള രീതിയിലാണ് ശബ്ദ സംഭാഷണം പോകുന്നത്. അതുമാത്രമല്ല, ഈ സംഘർഷത്തിന് ശേഷവും ഈ വിദ്യാർത്ഥികൾ തമ്മിൽ സംസാരിക്കുന്നതിൽ എത്രത്തോളം മാരകമായിട്ടാണ് ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്, അവൻ്റെ കണ്ണിൻ്റെ ഭാഗം പോലും ഇടിച്ച് അവന് കണ്ണില്ല എന്ന തരത്തിലൊക്കെ എങ്ങനെയാണ് ഒരു കൊച്ചുകുട്ടിക്ക്, ഒരു 14-15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഈ രീതിയിലൊക്കെ സംസാരിക്കാൻ പോലും കഴിയുന്നത് എന്നുള്ളത് അതിശയിപ്പിക്കുകയാണ് നമ്മളെ. കാരണം ഇതിനു മുൻപ് പല അടിപിടി കേസുകളോ അല്ലെങ്കിൽ സംഘർഷ സാധ്യതകളോ ഒക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ അതൊക്കെ യുവാക്കളിലായിരുന്നു. കോളേജ് തലത്തിലൊക്കെയുള്ള യുവാക്കൾ രാഷ്ട്രീയ പ്രേരിതമായി തമ്മിൽ തല്ലുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. ഇത് വളരെ നിഷ്കളങ്കരായ വിദ്യാർത്ഥികൾക്കിടയിലാണ് ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ അടിക്കടി നമ്മളിങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ ആശങ്കയുളവാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ, മാതൃകാപരമായ തുടർ നടപടികൾ, അതോടൊപ്പം ബോധവൽക്കരണ പരിപാടികൾ, ഇതൊക്കെ നടത്തേണ്ടത് ഭരണകൂടത്തിൻ്റെ കൂടി ബാധ്യതയായിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത് പൊതുസമൂഹത്തിൽ ഒരു വലിയ വിപത്തായി തുടർക്കഥയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അരുണിലേക്ക് എത്താം. കണക്ടിവിറ്റിയിൽ ചില സാങ്കേതിക തകരാറുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വാട്സപ്പ് ഗ്രൂപ്പ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ കൊല നടത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു തമ്മിൽ തല്ലുണ്ടാക്കി അതിൽ ഈ കുട്ടിയെ കൊലപ്പെടുത്തണമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. അതിനായി ഒരു ഗ്രൂപ്പ് പോലും ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇവർ ഏത് തരത്തിൽ ഇവർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു ഈ ചെറിയ പ്രായത്തിൽ എന്നുള്ളത്. പ്രത്യേകിച്ച് തിങ്കളാഴ്ച പരീക്ഷ തുടങ്ങാനിരിക്കുകയാണ്, SSLC പരീക്ഷ തുടങ്ങാനിരിക്കുകയാണ്. എല്ലാവരും പഠിക്കുന്ന തിരക്കിലാണെന്ന് നമ്മൾ കരുതുന്നു, പക്ഷെ കുട്ടികൾ എന്ത് കരുതുന്നു എന്നുള്ളതിനുള്ള തെളിവാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്ന് മാത്രമല്ല, അവർ കരുതിക്കൂട്ടിയെത്തുന്നു. എങ്ങനെ ചെയ്താലാണ് ഈ കുട്ടി കൊല്ലപ്പെടുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആയുധങ്ങളടക്കം കരുതിക്കൊണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ അത് കണ്ടെത്താൻ
മുതിർന്നവരായി നമുക്ക് കഴിയാതെ പോയി എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം. അതുമാത്രമല്ല ആ ഇൻറ്റൻഷൻ, അതായത് കൊല്ലണം എന്നുള്ള ആ ഉദ്ദേശം, അതോടൊപ്പം തന്നെ അതിൽ പറയുന്നുണ്ട് ഈ കൂട്ടത്തല്ല് അങ്ങനെ ഉണ്ടാകുമ്പോൾ പോലീസിന് കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ ഇതിനെയൊക്കെ സംബന്ധിച്ചൊരു വിശദമായ ഒരു റിസർച്ച് തന്നെ ഈ വിദ്യാർത്ഥികൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ആശ്ചര്യത്തിനേക്കാൾ ഉപരി വല്ലാത്ത ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഈ വിദ്യാർത്ഥികളുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത് എന്നുപോലും മനസ്സിലാകുന്നില്ല. ലഹരിയുടെ ഉപയോഗം എന്നൊക്കെ നമുക്ക് പറയാം, പക്ഷേ അതിലുപരി മറ്റെന്തൊക്കെയോ കാരണങ്ങളുണ്ട് ഇത്തരത്തിലുള്ള ഈ വയലൻസ്. അതോടൊപ്പം ഇങ്ങനെ അടിപിടി കേസുകളിലൂടെ അതൊക്കെയാണ് ഹീറോയിസം എന്നൊക്കെ കരുതുന്ന ഒരു തലമുറയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ എന്നുള്ള ഒരു വലിയ ആശങ്ക തന്നെയാണ് ഈ കാര്യത്തിൽ നമുക്ക് അവശേഷിക്കുന്നത്. പല കാര്യങ്ങളെയും അത് കാണുമ്പോൾ അതേപടി കുട്ടികൾ ഉള്ളിലേക്ക് എടുക്കാറുണ്ട്. നേരത്തെ പ്രമീള ദേവി പറഞ്ഞതുപോലെ, പ്രമീള ദേവി അവർ സൂചിപ്പിച്ചതുപോലെ ഫ്ലോട്ടിംഗ് പേപ്പർ പോലെയാണ്. അവരത് അതേപടി അങ്ങ് ഉൾക്കൊള്ളുകയാണ്. വരികൾക്കിടയിലൂടെ വായിക്കാനോ അതിൻ്റെ പിന്നിലെന്ത് എന്ന് ചിന്തിക്കാനോ എന്നുള്ളൊരു പ്രായം അവർക്ക് വന്നിട്ടില്ല എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. പക്ഷേ അതിന് സമൂഹം ഒന്നാകെ കുറ്റക്കാരാണ് എന്ന് നമുക്ക് കരുതാൻ കഴിയുകയുള്ളൂ. അത് അവരെ വളർത്തിയ മാതാപിതാക്കളായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, ഭരിക്കുന്ന ഭരണകൂടം ഉൾപ്പെടെ അതിൽ പ്രതിസ്ഥാനത്ത് വരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അപ്പോഴും ചില പ്രേക്ഷകരിടുന്ന കമൻസ് ഉണ്ട്, ഇവരെ കുട്ടികൾ എന്ന് കരുതി അവർ ചെയ്ത കുറ്റത്തിൻ്റെ ഗൗരവം കുറച്ച് കാണരുത്, അവരെ വേണ്ട രീതിയിൽ ശിക്ഷിക്കണം എന്ന്. മാതൃകാപരമായ ഒരു നടപടി തന്നെയാണ്. രോഹിണി, എനിക്ക് ആ കമൻറ്റിനോടുള്ളൊരു വിയോജിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലായി അദ്ദേഹം പറയുന്നു, ഇല്ലെങ്കിൽ പൊതുസമൂഹം കൈകാര്യം ചെയ്യണമെന്ന്. ഇത്തരം കമൻറ്റുകളാണ് ഒരുപക്ഷെ കുട്ടികൾ നേരിട്ടവരുടെ മനസ്സിലേക്ക് എടുക്കുന്നത്. ഗോകുൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഗോകുൽ ചേരുന്നത്. ഗോകുൽ, ഈ കുട്ടിയെ വീട്ടിലാക്കുമ്പോൾ പോലും വീട്ടുകാർക്ക് മനസ്സിലായിരുന്നില്ല ഇവനിങ്ങനെ ഒരു ഗോകുലിലേക്ക് പോകുന്നതിന് മുമ്പ്, ഈ സംഘർഷം നടക്കുന്നതിന് മുൻപ്, ഈ കുട്ടിയുടെ മരണകാരണമാകുന്ന സംഘർഷം നടക്കുന്നതിന് മുൻപ് ഈ വിദ്യാർത്ഥികൾ തമ്മിൽ സംസാരിച്ചിരുന്നു. ആ ഓഡിയോ ലഭ്യമായിട്ടുണ്ട്, അത് കേൾക്കാം. നമുക്ക് ഓർമ്മല്ല, ഏതോ സൂര്യനും വർദ്ധനും അല്ല യാദവ് കണ്ടു പറഞ്ഞെങ്കിൽ നമ്മളെന്നെ കുത്തു ഫാസ്റ്റ് ആക്കി സാക്സും. അപ്പൊ വേഗം വരികട്ടോ എല്ലാവരും, നമ്മള് കുത്തിട്ടേ പോലെ ഞങ്ങള് കുത്തും എന്തായാലും. അതിന് ആണുങ്ങൾ ആരോ ഈ ഗ്രൂപ്പിലുണ്ട്, വേഗം വന്നോളി. ട്യൂഷനിൽ കയറിക്കാനേ വേറെ ആവശ്യം ഉണ്ടാവില്ല. ട്യൂഷനിൽ കയറിക്കാൻ ആരെങ്കിലും വിടുവല്ലേ, ട്യൂഷനിൽ കയറിക്കാൻ ഞങ്ങളെ വരുന്നുണ്ട്. ടൈം ആകുമ്പോഴേക്കും വരാൻ പറ്റുന്നോലോ വേഗം ഞങ്ങൾ ഒറ്റ മൈൻഡാണ് കുത്തിയിട്ട് നമ്മൾ ഭർത്താവിനാണ് എടാ സെവാനെ മറ്റേ ഗോകുൽ തുടരുന്നുണ്ട്. ഈ ശബ്ദം വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ തീർച്ചയായും ആശങ്കയും വേദനയും തോന്നുകയാണ്. കാരണം ആണുങ്ങളാരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളി എന്ന് പറയുമ്പോൾ, ആണുങ്ങളാകണമെങ്കിൽ ഇങ്ങനെ മദ്യപിക്കണം, ലഹരി ഉപയോഗിക്കണം, ഈ കുത്തിലും കൊലപാതകത്തിലുമൊക്കെ പ്രതികളാകണം, മർദ്ദനത്തിൽ പങ്കെടുക്കണം എന്നൊക്കെ നമ്മുടെ കുട്ടികൾ എപ്പോഴൊക്കെയോ ധരിച്ചു വച്ചിരിക്കുന്നു. അതാണ് അത്തരം ചോദ്യങ്ങൾ. ഒരുപക്ഷെ വലിയ ആളുകൾ സംസാരിക്കുന്നത് പോലെ ഒരുപക്ഷെ അവരങ്ങനെ സംസാരിച്ചാലും അതിനപ്പുറത്തേക്ക് പ്രവൃത്തികളിലേക്ക് കടക്കാതിരിക്കും. വരുംവരായികളെക്കുറിച്ച് ബോധമുള്ളതുണ്ട്. പക്ഷെ കുട്ടികൾ അതിന് തയ്യാറായില്ല, അവർ മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഗോകുൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് എന്നറിയാം. ഒരു പരിക്കും പുറമേക്ക് ഉണ്ടായിരുന്നില്ല ഷഹബാസിന്, പക്ഷേ ആന്തരിക രക്തസ്രാവമായിരുന്നു. അത് ഒരുപക്ഷെ ഈ മർദ്ദനം നടന്ന് അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നേനെ എന്നുകൂടിയൊക്കെ നമുക്കിപ്പോൾ ചിന്തിക്കേണ്ടി വരും. ഗോകുൽ, എന്തൊക്കെ വിവരങ്ങൾ ആശുപത്രിയിൽ നിന്നുണ്ട്?
വ്യാഴാഴ്ചയാണ് ഇത്തരത്തിൽ ഈ ഷഹബാസിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ തക്കതായ രീതിയിലുള്ള മാരകമായ പരിക്ക് ഷഹബാസിന് പറ്റുന്നതും പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് ചികിത്സയിലിരിക്കുന്ന പുലർച്ചെ 12:30 കൂടിയിട്ടായിരുന്നു ഷഹബാസ് മരണത്തിന് കീഴടങ്ങുന്നത്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു തലയ്ക്കുൾപ്പെടെ മാരകമായ പരിക്ക് ഷഹബാസിന് ഏൽക്കുന്നത്. നെഞ്ചക്കുൾപ്പെടെയുള്ള ഉപകരണങ്ങൾ, അതുപോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അക്രമം നടത്തിയത് എന്നാണ് കുട്ടികൾ, വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ഈ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് ഷഹബാസ് എന്ന് പറയുന്ന 15-കാരൻ്റെ മരണത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. SSLC പരീക്ഷയൊക്കെ നടക്കാൻ പോവുകയാണ്. അതിനോടനുബന്ധിച്ച് എല്ലാ സ്കൂളുകളിലും ട്യൂഷൻ സെൻ്ററുകളിലൊക്കെ സെൻഡ് ഓഫ് പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നു. അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു തർക്കം ഒരു കുട്ടിയുടെ മരണത്തിന് കാരണമാകുന്നു എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാരണമാണ്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു കൊലപാതകൻ പോലും സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിലപാട്. ഇതിന് കാരണമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോഴാണ് എത്ര നിസ്സാരമായ ഒരു സംഭവമാണ് ഒരു ജീവനൊടുക്കാൻ കാരണമായിട്ടുള്ളത് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്നു. കാരണം ഒരു നൃത്തം അവതരിപ്പിക്കുന്നു, ആ നൃത്തം അവതരിപ്പിച്ചതിൻ്റെ പേരിൽ ആ നൃത്തം ഇടയ്ക്ക് സ്റ്റക്കാവുന്നു, അല്ലെങ്കിൽ ഒരു ഫോണിൻ്റെ സാങ്കേതിക തകരാറ് മൂലം ആ നൃത്തം തടസ്സപ്പെടുന്നു. തടസ്സപ്പെട്ടത് മൂലം ഉണ്ടാകുന്ന ഒരു ട്യൂഷൻ സെൻ്ററിൽ പഠിക്കുന്ന 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികൾ തമ്മിൽ പരസ്പരം പോരടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന് ഒരു തുടർച്ച ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു സീരീസ് പോലെ ആ ഒരു സംഘർഷം തുടർന്നു പോകുന്നു എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. വാശിയും വൈരാഗ്യവും വെച്ചുകൊണ്ട് വാടാ വെല്ലുവിളിക്കാം, അവനെ കൊല്ലണം, അവൻ്റെ കണ്ണ് കണ്ടില്ലേ, ആദ്യ അക്രമത്തിന് ശേഷം ഷഹബാസിൻ്റെ കണ്ണ് കണ്ടില്ലേ എന്നതുൾപ്പെടെയുള്ള രീതിയിൽ അവന് പരിക്ക് പറ്റിയതിനെ ആഘോഷമാക്കുന്ന ഒരു വിഭാഗം കുട്ടികൾ മറുവശത്ത്. അതുകൊണ്ടും പോരാ, അവനെ കൊല്ലണമെന്ന രീതിയിലുള്ള ആക്രോശം ഉണ്ടാകുന്ന ഒരു വിഭാഗം മറ്റൊരു ഭാഗത്ത്. ആ രീതിയിൽ ഒരു വ്യക്തിയുടെ, ഒരു കുട്ടിയുടെ മരണത്തിലേക്ക് കലാശിക്കുന്ന രീതിയിലേക്ക് ഈ സംഘർഷം എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്, പോക്കൊക്കെ ഏത് രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച നമ്മളെ വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ സംഘർഷം നടന്നതിന് ശേഷം മറ്റൊരു ഓഡിയോ ക്ലിപ്പ് കൂടെ പുറത്തു വന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ നമുക്കത് പ്ലേ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കും. അതിൽ പറയുന്ന ഒരു കാര്യം, ഷഹബാസിന് മാരകമായി പരിക്ക് പറ്റി എന്നത് മനസ്സിലായതിനു ശേഷം ഈ ഷഹബാസിനെ ആക്രമിച്ച സംഘത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി ഷഹബാസിനെ വിളിച്ചു പറയുകയാണ്, പൊരുത്തപ്പെട്ടുകളെ, അതായത് ചെയ്തത് തെറ്റായിപ്പോയി എന്ന രീതിയിലുള്ള ഒരു പരാമർശം നടത്തുന്നു. പക്ഷേ അതിനുശേഷം അയാൾ നടത്തുന്നത്, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഞങ്ങളോട് കളിക്കാൻ വരണ്ട എന്ന്, നീ പലപ്പോഴും ഞങ്ങളോട് വന്ന സമയത്ത് ഞങ്ങൾ മാറി മാറി പോയതല്ലേ എന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടക്കുന്നു. നോക്കൂ, ഒരു അക്രമം നടത്തുന്നതിന് ശേഷം ആ അക്രമത്തിനിരയായ വ്യക്തിയോട് അവരുടെ സഹപാഠികളായിട്ടുള്ള, അല്ലെങ്കിൽ നേരത്തെ പരിചയമുള്ള സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ വലിയ മാരകമായി പരിക്ക് പറ്റിയതിനു ശേഷവും അവരോടുള്ള ഇടപെടലുകൾ ഏത് രീതിയിലാണ് എന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ, ഞങ്ങൾ അടുത്തേക്ക് വരണ്ട എന്നുള്ളത് പറഞ്ഞതല്ലേ എന്നുള്ള രീതിയിൽ ഈ ചെയ്ത അക്രമത്തെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഒരു മെസ്സേജുകളാണ് ഈ ഷഹബാസിന് മറ്റ് അക്രമം നടത്തിയ സംഘത്തിൽപ്പെട്ട ആളുകൾ അയച്ചിരിക്കുന്നത് എന്നത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഞായറാഴ്ചയായിരുന്നു സംഘർഷത്തിന് തുടക്കം. ട്രിസ് എന്ന് പറയുന്ന ട്യൂഷൻ സെൻ്ററിൽ എലൈറ്റ് GHSSലെ കുട്ടികളും ഈ താമരശ്ശേരി GVHSSലെ കുട്ടികളും പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന സമയത്താണ് ഈ സെൻഡ് ഓഫ് പരിപാടികളൊക്കെ SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. സെൻഡ് ഓഫ് പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അവിടെ വലിയ കലാ പരിപാടികളും നൃത്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ എലൈറ്റ് GHSലെ കുട്ടികൾ അവിടെ ഒരു നൃത്തം നടത്തുകയാണ്. ആ നൃത്തം നടത്തുന്ന സമയത്ത് ഫോണിൻ്റെ സാങ്കേതിക തകരാറ് മൂലം നൃത്തം ഇടയ്ക്ക് തടസ്സപ്പെടുന്നു. ആ തടസ്സപ്പെട്ട സമയത്ത് താമരശ്ശേരി GVHS സ്കൂളിലെ കുട്ടികൾ കൂക്കി വിളിക്കുന്നു, കളിയാക്കുന്നു. ഈ നൃത്തം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കൂക്കി വിളിക്കുന്നു, കളിയാക്കുന്നു. അത് അവിടെ അന്നൊരു ചെറിയ രീതിയിലുള്ള സംഘർഷത്തിൽ കലാശിക്കുകയാണ്. അധ്യാപകരായിട്ടുള്ള ആളുകളൊക്കെ ഇടപെട്ട് ആ സംഘർഷം അയച്ചു വിടുന്നു, അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളൊക്കെ പിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷവും ഈ 2 സ്കൂളിലെയും കുട്ടികൾ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം പരസ്പരം ഇതിനെങ്ങനെ പകരം തീർക്കാം എന്നതിനെ സംബന്ധിച്ച രീതിയിൽ ആലോചനകൾ നടത്തുന്നു, ഗൂഢാലോചന നടത്തുന്നു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. കാരണം അത്തരത്തിൽ ഗൂഢാലോചന നടത്തിയതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ ഇന്ന് രാവിലെ പുറത്തുവിട്ടത്. അതിൽ പറയുന്നത്, ഷഹബാസിനെ കൊല്ലണം, അവൻ്റെ കണ്ണ് കണ്ടില്ലേ, ഈ ഇത്തരത്തിൽ ആൾക്കൂട്ട മർദ്ദനം നടത്തി കഴിഞ്ഞാൽ, അത്തരത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പോലും യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവില്ല, അന്വേഷണം ഉണ്ടാവില്ല, കേസ് എടുക്കാൻ സാധ്യതയില്ല, കേസ് എടുക്കാൻ പറ്റില്ല എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ കുട്ടികളായിട്ടുള്ള ആളുകൾ നടത്തുന്ന ഓഡിയോ ക്ലിപ്പുകൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുകയാണ്. കാരണം ഈ ഞായറാഴ്ച തൊട്ട് വ്യാഴാഴ്ച വരെയുള്ള 5 ദിവസങ്ങൾക്കിടയിൽ അവർ ഇതിനെക്കുറിച്ച് പഠിക്കുകയാണ്, സംഘർഷത്തെക്കുറിച്ച് പഠിക്കുന്നു, ഈ കേസ് ഉണ്ടാവാനുള്ള സാധ്യതകളെക്കുറിച്ച് പഠിക്കുന്നു. ഈ സംഘർഷത്തിൽ ഒരുപക്ഷെ ഷഹബാസ് മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പോലും അവർ നേരത്തെ വിലയിരുത്തുന്നു. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്, നോക്കൂ, ആൾക്കൂട്ട മർദ്ദനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ കേസെടുക്കാനുള്ള സാധ്യതയില്ല, കേസ് നിലനിൽക്കില്ല എന്ന് 15 വയസ്സുള്ള കുട്ടികൾ പറയണമെങ്കിൽ അവരതിനെപ്പറ്റി ബോധപൂർവ്വം തന്നെ പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം, അന്വേഷിച്ചിരിക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കൂട്ട മർദ്ദനവുമായി ബന്ധപ്പെട്ട് സമീപഭാവിയിൽ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുള്ള വിഷയങ്ങൾ അവർ ഏത് രീതിയിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നത് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ്. ആ രീതിയിൽ പഠിച്ച് വിശകലനം ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള അക്രമം നടത്തുന്നത്.
നടത്തുന്നത്. ഈ അക്രമം നടത്തിയതിനു ശേഷം ഷഹബാസിന്റെ സുഹൃത്തുക്കൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി എന്ന് പറയുന്നത് നഞ്ചക്ക് പോലെയുള്ള ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിച്ചു എന്നതാണ്. അതായത് അക്രമം നടത്താൻ വന്നത് ആസൂത്രിതമായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ വഴിയെ പോകുന്ന സമയത്ത് നേരത്തെയുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ ആക്രമണം നടത്തുകയായിരുന്നില്ല എന്നാണ്. ഈ ഉപകരണം ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമിച്ചത് എന്ന് ഈ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ പോലീസിന് നൽകിയ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വളരെ ആസൂത്രിതമായി ഗൂഢാലോചന നടത്തിക്കൊണ്ട് വളരെ വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ സംഘടിക്കുക, അതൊരു കുട്ടിയുടെ മരണത്തിൽ കലാശിക്കുക, ഈ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരിക്കുമായി ബന്ധപ്പെട്ട് തങ്ങൾ നടത്തിയ അക്രമവുമായി ബന്ധപ്പെട്ട് അവർ അതിനെ വലിയ വീരസ്യം പോലെ എടുത്തു പറയുക, നോക്കൂ അവൻ്റെ കണ്ണു നോക്കൂ എന്ന രീതിയിൽ പറയുക എന്നൊക്കെ പറയുന്നത് ഈ മാനസിക നില ഈ 15 വയസ്സായ കുട്ടികളുടെ ഏത് രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത് സഗൗരവം പഠിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഗൂഗിളിലേക്ക് എത്താം, ദയവായി തുടരുക. ശരിയിലെ സംഘർഷത്തിൽ വിദ്യാർത്ഥി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ ശബ്ദ സന്ദേശങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു വരികയാണ്. അതെല്ലാം തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഈ ഒരു കൂട്ടത്തല്ലിന് മുൻപ് അത് ആസൂത്രണം ചെയ്യുന്ന രീതി, അത് കഴിഞ്ഞും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അത് കൊല്ലും എന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും എന്നുള്ള രീതിയിലുള്ള ചില ആക്രോശങ്ങൾ, കേസൊന്നും വരില്ല, ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ വാ എന്നൊക്കെയുള്ള രീതിയിലുള്ള ആഹ്വാനങ്ങൾ, ഇതൊക്കെയാണ് ഗൂഗിൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതും അത് തന്നെയാണ്. ഈ കൊലപാതകം സംഭവിച്ചാലും അങ്ങ് പൊരുത്തപ്പെട്ടാൽ മതി എന്ന്, അതായത് കുറ്റസമ്മതം നടത്തിയാൽ മതി, ഒന്നും സംഭവിക്കാനില്ല എന്ന തരത്തിലേക്ക് ഇവർക്ക് ധൈര്യം കൊടുക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ മുതിർന്നവർ കുറ്റം ചെയ്താൽ പോലും ജയിലിലടയ്ക്കുക എന്നുള്ളതല്ല, കറക്ഷണൽ ഹോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. ഈ കുട്ടികളെ അതുകൊണ്ട് തന്നെ ജയിലിലടയ്ക്കുക എന്ന് പറയുന്നത്, കൊലക്കുറ്റം ചുമത്തുക എന്ന് പറയുമ്പോൾ അവർ ചെയ്ത കുറ്റത്തിൻ്റെ ഗൗരവം അവർക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്ന് പോലും സംശയമാണ്. പക്ഷേ ആ സംശയത്തിൻ്റെ നിഴലിലാണ് പലപ്പോഴും ഈ കുറ്റവാളികളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ്. നേരത്തെ നമ്മുടെ ചില അതിഥികൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്ത് നടന്ന പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളിൽ അന്ന് മൈനറായി പോയി എന്ന കാരണത്താൽ മാസങ്ങളുടെ വ്യത്യാസത്തിൽ മൈനറായി പോയതുകൊണ്ട് അവരെ ശിക്ഷിക്കാതിരിക്കുകയും അവർ പുറത്തിറങ്ങി നടക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീടും ഈ സമൂഹത്തിന് അവർ എത്രത്തോളം പ്രശ്നത്തിലാക്കുന്നുണ്ട് എന്ന് നമുക്ക്, ഭീഷണിയാണ് എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലായ കാര്യങ്ങളുമാണ്. ഇത് വലിയ ഒരു ആശങ്കയാണ് സത്യത്തിൽ സമൂഹത്തിൽ ഒന്നാകെ വെക്കുന്നവർ. പക്ഷേ അച്ഛനമ്മമാർക്ക് ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. തങ്ങളുടെ മക്കൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുള്ളത്. ഈ സമൂഹ മാധ്യമങ്ങളിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്, അവിടെ ഈ തലേദിവസം വഴക്കുണ്ടാകുമ്പോൾ, അടിയുണ്ടാകുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ചില തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നതിനേക്കാളും വലിയ പ്രശ്നമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ കുട്ടികൾ നടത്തിയത്. അത് ഈ മുതിർന്നവർക്ക് കാണാൻ കഴിയാതെ പോയി, ഒരു പക്ഷേ ഇങ്ങനൊരു ക്രൈം അവർ നടത്തും എന്ന് ചിന്തിക്കാൻ കഴിയാതെ പോയതും ഒക്കെ പ്രശ്നമാണ്. നമുക്കിനി അറിയേണ്ടത് ഈ കേസെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയാണ്. ഗൂഗിൾ തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഗൂഗിൾ അത്തരം കാര്യങ്ങളിൽ എത്രത്തോളം വിവരങ്ങൾ നമുക്കുണ്ട്? അതായത് കൊലക്കുറ്റം പ്രതികൾക്കെതിരെ വരുന്നു, വിദ്യാഭ്യാസ വകുപ്പ് അവരുടേതായ രീതിയിൽ വകുപ്പ് തല അന്വേഷണത്തിന് നടപടിയെടുക്കുന്നു. ഈ കുട്ടികൾ എത്ര പേരുണ്ട്, എത്ര പേർ നേരിട്ട് ഈ മരണത്തിന് കാരണക്കാരായി? ഒരുപക്ഷെ അവർ തന്നെ പറയുന്നത് പോലെ ഇതൊരു ആൾക്കൂട്ട മർദ്ദനമായതുകൊണ്ട് തന്നെ കേസെടുക്കില്ല എന്ന് പറയുന്നത് പോലെ ഇവരിൽ എത്ര പേരെ പിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ആശങ്കയാണ്. യഥാർത്ഥത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ കുട്ടികളെ പോലും ചിലപ്പോൾ പ്രതിസ്ഥാനത്തേക്ക് വരുമോ? അവരുടെ മാനസികാവസ്ഥ ഇതൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. കുട്ടികളാണവർ, ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ സംഭവം പോലീസ് കൈകാര്യം ചെയ്യുക? ഈ സംഭവം നടന്നതിന് ശേഷം ഇന്നലെ തന്നെ 5 പേരെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പക്ഷേ അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ നിയമ തടസ്സങ്ങൾ, സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും 18 വയസ്സിന് താഴെയുള്ള ആളുകളാണ്. അവർ ഇന്നലെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കിയിരുന്നു. 5 പേരെ കസ്റ്റഡിയിലെടുത്തു, 5 പേരെ ഹാജരാക്കി. പിന്നീട് മാതാപിതാക്കൾക്കൊക്കെ പറഞ്ഞു വിടുകയായിരുന്നു ചെയ്തത്. അവരോട് ഇന്ന് 11 മണിക്ക് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാവണമെന്നും പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായ 5 പേർ കേന്ദ്രീകരിച്ചിട്ടാണ് അന്വേഷണം. പക്ഷേ ഈ 11 മണിക്ക് ഇവർ ഹാജരാകുന്നു. ഹാജരായതിനു ശേഷം ഉണ്ടാവുന്ന തുടർ നടപടികളായിരിക്കും ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് എത്തുക. ഈ CCTV ദൃശ്യങ്ങൾ, മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രധാനമായി 5 പേരെയാണ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ആദ്യം 4 പേരെടുത്തു, പിന്നീട് അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരാളെ കൂടി കസ്റ്റഡിയിലെടുത്തു. അങ്ങനെ 5 വിദ്യാർത്ഥികൾ, 5 പേരും 18 വയസ്സിന് താഴെയുള്ള ആളുകൾ തന്നെയാണ്. ഈ വിദ്യാർത്ഥികൾ പറയുന്ന മൊഴിയുടെ
അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ ട്രിസ് ട്യൂഷൻ സെന്ററിൽ പഠിക്കാത്ത കുട്ടികളും ഈ താമരശ്ശേരി സ്കൂളിലോ അല്ലെങ്കിൽ എലൈറ്റ് സ്കൂളിലോ പഠിക്കാത്ത മറ്റാളുകളും ഈ അക്രമത്തിൽ പങ്കാളികളായിട്ടുണ്ട് എന്നൊരു മൊഴി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിവരം ഈ അക്രമത്തിനിരയായ വിദ്യാർത്ഥികൾ പോലീസിന് പങ്കുവച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെയുള്ളവ ഇനി അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. CCTV-കളായിരിക്കും സ്വാഭാവികമായിട്ടും അന്വേഷിക്കുക. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ അക്രമം നടന്ന സമയത്ത് ഈ പ്രദേശത്തെ കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ വിദ്യാർത്ഥികളെ സംഘർഷത്തിൽ നിന്ന് പിന്തിരിച്ചുവിട്ടത്. സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച നടന്ന അക്രമത്തിലും ഈ കച്ചവടക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഈ സംഘർഷ സ്ഥലത്തുണ്ടായിരുന്നു. കോളേജ് ഈ ട്രിസ് ട്യൂഷൻ സെന്ററിലെ അധ്യാപകരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ മൊഴികൾ ശേഖരിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് ആരൊക്കെയാണ് എന്നതിനെ ട്രേസ് ചെയ്യാനും അവരിലേക്ക് എത്താനും വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷേ അതിനു മുമ്പ് പ്രാരംഭ നടപടി എന്നുള്ള രീതിയിൽ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ആളുകളോട് ഇന്ന് 11 മണിയാകുമ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് ഈ മാതാപിതാക്കൾക്കൊപ്പം കുട്ടികളെ പറഞ്ഞു പിടിക്കുകയാണ് ചെയ്യുന്നത്. 18 വയസ്സിന് താഴെയാണ് ഇവർ എന്നുള്ളത് അവർക്കൊരു ആനുകൂല്യം നൽകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഇന്നലെ കസ്റ്റഡി എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഷഹവാസ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. മരണപ്പെട്ടതിന് ശേഷമാണ് ഈ കൊലക്കുറ്റം ഉൾപ്പെടെയുള്ളവ ചാർത്തി കേസ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ആൾക്കൂട്ട മർദ്ദനം ഉൾപ്പെടെയുള്ളവ രജിസ്റ്റർ ചെയ്തായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും. അതിനോടനുബന്ധിച്ച് അന്വേഷണങ്ങൾ നടക്കും. അപ്പോൾ ഈ കുട്ടികളെ അന്ന് ഞായറാഴ്ച സെന്റ് ഓഫ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആ സമയത്തും എല്ലാവരും 18 വയസ്സിന് താഴെയാണ് എന്നുള്ളത് ഈ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അവരേതെങ്കിലും ട്രോമയിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ടോ, മാനസികമായിട്ടുള്ള പിന്തുണ കൊടുക്കേണ്ടതുണ്ടോ, സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ടോ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഗണിക്കേണ്ടതായിട്ട് വരും. അതിനാൽ തന്നെ കുറച്ചധികം സമയം എടുത്തതിന് ശേഷം മാത്രമേ ഈ കേസിന്റെ മറ്റു വിവരങ്ങളിലേക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടോ നോക്കാം. ഗോകുൽ തുടരുക. സൈക്കോ സോഷ്യൽ കൗൺസിലർ ഡോക്ടർ മീര ഹരികൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി മീര, ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ പോലും സത്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും ഞങ്ങൾ വളരെ കരുതലാണ്. കാരണം ഇതിൽ സംഭവിച്ചിരിക്കുന്നത്, ഇതിൽ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നതും കുട്ടികളാണ്. പക്ഷേ ഇത്ര ആസൂത്രിതമായി കൊലവിളി നടത്തിക്കൊണ്ട് എല്ലാവരും കൂടെ പോന്നോളിൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് നിയമത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പഠിച്ചുകൊണ്ട് ഒരു കൊലപാതകം ഒറ്റ ദിവസം കൊണ്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിരിക്കുന്നു കുട്ടികൾ, ആയുധങ്ങൾ ഉൾപ്പെടെ കയ്യിലേന്തിക്കൊണ്ട്. ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെയാണ് നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്നത്? നമ്മുടെ കുട്ടികളുടെ ഇന്നത്തെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിവരങ്ങൾ ഇവർക്ക് കിട്ടുന്നതിനുള്ള ലഭ്യത വളരെ കൂടുതലാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇവര് ഇന്നത്തെ നിയമവുമായിട്ടും ഇവർക്ക് അല്പസ്വല്പം ഈ അല്പജ്ഞാന അപകടം എന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാം. ഞാൻ വായിച്ചിടത്തോളം ഈ കുട്ടികള് നിയമത്തിന്റെ ചില വഴികളൊക്കെ അവർ പഴുതടച്ചാണ് ചെയ്തിരിക്കുന്നത്. കാരണം സംഘം ചേർന്ന് ആക്രമിച്ചാൽ അവർക്കെതിരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ ഇവര് ചിന്തിച്ചിരുന്നു എന്നൊക്കെ ഞാനിപ്പം മാധ്യമത്തിൽ കൂടെ വായിക്കാനിടയായി. അപ്പം ആ കുട്ടികൾ അത്രത്തോളം കണ്ണിങ്ങായി പ്ലാൻ ചെയ്ത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, നിയമത്തിന്റെ മുന്നിൽ നിയമവുമായിട്ട് പൊരുത്തപ്പെടാത്ത കുട്ടികൾ എന്ന് നമുക്ക് പറയേണ്ടി വരും, അവര് ഒരുമിച്ച് ചേർന്ന് ഈ ഒരു കുട്ടിക്കെതിരായിട്ടുള്ള ഒരു പ്ലാൻ ചെയ്തു പോയി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഒരു ലൈഫ് സ്കിൽ എഡ്യൂക്കേഷന്റെ കുറവ് ഞാനൊക്കെ ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത്, ജീവിത നൈപുണി വിദ്യാഭ്യാസം നമ്മൾ വേണം എന്ന് പറയുകയും പക്ഷേ ഇതൊന്നും ഒരു അടിസ്ഥാന വിദ്യാഭ്യാസ നയത്തിൽ ശക്തമായി കുഞ്ഞുങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖത്തോടെ നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ കുറവാണ്. മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഒക്കെ നമ്മൾ സമൂഹത്തിൽ എടുത്തു നോക്കിയാൽ കുട്ടികളിലേക്ക് എത്തിച്ചേരുന്നത് ഇന്ന് വളരെ കുറവാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ പേരന്റിങ് സ്റ്റൈലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ പോലും ഇവർക്ക് കുട്ടികളുമായിട്ട് സമയം ചെലവഴിക്കാനോ എടുക്കാനോ മുന്നോട്ട് പോകാനോ ഒക്കെയുള്ള ഒരു കാലതാമസം, അവർക്കൊരു സമയം അധികം കിട്ടാത്ത ഒരു സാഹചര്യമാണ് വീടുകളിലുള്ളത്. കുട്ടികൾ അപ്പോൾ അവരുടേതായ വഴികൾ, അവരുടെ സ്വാതന്ത്ര്യം, സുഖ സൗകര്യങ്ങളൊക്കെ തേടി പോകുന്നു. കാരണം സാമ്പത്തികമായിട്ടൊന്നും ഇവർക്ക് വലിയ പ്രശ്നങ്ങൾ പല വീടുകളിലും ഇല്ല. ഇത്തരം കുട്ടികൾ ഒരുമിച്ച് ചേർന്ന് അവരുടേതായ ഒരു ലോകം കെട്ടിപ്പടുക്കുകയും അവരുടെ ഇഷ്ടത്തിന് സഞ്ചരിക്കുകയും ആഘോഷിക്കുകയും, ആഘോഷങ്ങളുടെ ഒരു കാലമാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ശരിയായ കെയറും പ്രൊട്ടക്ഷനും ഒക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവര് ഇതുപോലെയുള്ള ഒരു ഗ്രൂപ്പുകളായിട്ട്
ഭാഗത്തായിട്ട് തിരിഞ്ഞ് അവരുടേതായ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. അത് പിടിക്കപ്പെടുമ്പോൾ ഇതൊന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നതല്ല. ആ ഒരു രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മൂല്യം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത് മുതൽ ആ കുഞ്ഞിന്റെ ശാരീരിക മാനസിക വളർച്ചകൾ ഒരുപോലെ തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആ ഒരു വളർച്ചയുടെ സമയത്ത് ഈ മാനസിക വളർച്ചയ്ക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള വാല്യൂ ആഡഡ് എഡ്യൂക്കേഷൻ ഈ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്നും ഇന്നിപ്പോ നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടി വരും. കാരണം ഇതൊരു ഒന്നിനു പിറകെ ഒന്നായിട്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെയുള്ള കുട്ടികളുടെ അക്രമവാസനകൾ. അപ്പൊ ഇതില് ഒരു നല്ല രീതിയിലുള്ള രക്ഷാകർതൃത്വം, സമൂഹത്തിന്റെ ഒരു ശരിയായ അവബോധം, ബോധവൽക്കരണങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ശരിയായ ഒരു അവബോധവും അതിന്റെ ഒരു മൂല്യത്തിൽ ഊന്നിയുള്ള ഒരു വിദ്യാഭ്യാസവും വളരെയേറെ കുറഞ്ഞു പോകുന്നതായിട്ട് നമ്മളിപ്പോൾ ഭയപ്പെടുന്നുണ്ട്. അച്ഛനമ്മമാർക്കൊപ്പം തന്നെ ഈ ഭരിക്കുന്നവരുടെയും ഭരണകൂടത്തിൻ്റെയും അവർ ഉണ്ടാക്കി വെക്കുന്ന നിയമങ്ങളുടെയും ഒക്കെ നോട്ടക്കുറവ് എത്രത്തോളമുണ്ട് ശ്രീമതി മീര? കാരണം സമൂഹ മാധ്യമങ്ങളൊന്ന് നിരീക്ഷിച്ചാൽ പോലും ഈ കുട്ടികളുടെ മനസ്സ് മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പലപ്പോഴും നമ്മൾ ഈ 2K കിഡ്സ് എന്ന് കേൾക്കുമ്പോഴും തന്ത വൈബ് തള്ള വൈബ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴും ഒക്കെ അതിന് കൂടെ ചേർന്ന് ചിരിക്കാറുണ്ട് നമ്മളും. പക്ഷേ അത് എത്രത്തോളം വലിയ രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് തീർച്ചയായും സമൂഹ മാധ്യമങ്ങൾക്കൊപ്പം തന്നെ സിനിമ തുടങ്ങി എല്ലാ മാധ്യമങ്ങളും അതിന് കാരണക്കാരാവുന്നു എന്ന് പറയാതെ വയ്യ. അപ്പോൾ ഇതിനൊക്കെ ഒരു നിരീക്ഷണം ഏർപ്പെടുത്താനോ നിയന്ത്രിക്കാനോ കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്കിതിനൊക്കെയും പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ പോലും തടയിടാൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ കണ്ടുവരുന്നതും അതുതന്നെയാണ്. ഈ ഒരു തന്ത വൈബ് തള്ള വൈബ് എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് ഇന്ന് ഒരു ഇടത്തരം ഫാമിലികളൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, സ്വാതന്ത്ര്യം, കുട്ടികൾക്ക് അമിതമായ സ്വാതന്ത്ര്യമാണ്. പണ്ടൊക്കെ ഒരു കുട്ടി എവിടെയുണ്ട് എന്ന് കൃത്യമായി രക്ഷിതാക്കൾക്ക് അറിയാം. പക്ഷെ ഇന്ന് അതൊന്നും അന്വേഷിക്കാനോ തിരക്കാനോ ഒന്നും രക്ഷിതാക്കൾക്കോ സമൂഹത്തിനോ ഒന്നും. ഈ കുട്ടികൾ ഒന്നിച്ചു കൂടുന്നു. എൻ്റെ ഒരു അനുഭവത്തിൽ തന്നെ ഒരു അംഗനവാടി പ്രവർത്തക എന്നോട് പറഞ്ഞ ഒരു അനുഭവമാണ്. അവര് പകലായിരിക്കുന്ന സമയത്ത് കുട്ടികൾ ക്ലാസ് കട്ട് ചെയ്ത് ഒരു വീട്ടിൽ ഒത്തുകൂടുന്നു. അവിടെ അവര് ബിയർ കാര്യങ്ങൾ അതുമായിട്ട് ലഹരിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇവർ ഒന്നിച്ചു കൂടുന്ന സമയത്ത് ഇവർ ചെന്ന് അതിന് നിങ്ങൾ ഇങ്ങനെ മുതിരരുത് എന്ന് പറഞ്ഞ സമയത്ത് ഈ ഒരു രീതി ശരിയല്ല, നിങ്ങൾ കുട്ടികളാണ് എന്ന് ആ അംഗനവാടി പ്രവർത്തക അവരെ ഒന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ അവർക്കെതിരെ ചീറിപ്പാഞ്ഞുകൊണ്ടാണ് കുട്ടികൾ, നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് എന്താ അവകാശം. അവരതൊന്നും കാര്യമാക്കിയില്ല. പക്ഷെ അവരെ സങ്കടപ്പെടുത്തിയ മറ്റൊരു കാര്യം, ആ വീട്ടിലെ ആ കുട്ടിയുടെ പേരന്റ് വൈകുന്നേരം രാത്രിയിൽ വിളിച്ചിട്ട് എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ ടീച്ചർ എന്തിനാണ് ഇങ്ങനെ ഇടപെടുന്നത് എന്നുള്ള ഒരു ആ ടീച്ചറിനെ സംബന്ധിച്ച് ഒരുപാട് വേദനിപ്പിച്ച ഒരു അനുഭവം ഞാനിപ്പോൾ ഓർക്കുകയാണ്. കാരണം ഇടപെടലുകൾ നടത്തുന്നവര് അവിടെ ഒറ്റപ്പെടാനും അവർക്കെതിരെ ഈ രക്ഷിതാക്കൾ അടക്കം ചീറിപ്പായുന്ന ഒരു അനുഭവങ്ങളും നമുക്ക് ഫീൽഡിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പൊ കുട്ടികൾ പൊതുസമൂഹത്തിന്റെ ഒരു സ്വത്താണ് എന്നുള്ള ഒരു ബോധത്തോടെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇതിന് ഒരു പരിഹാരം നമുക്ക് കാണാൻ പറ്റുള്ളൂ. പരസ്പരം പഴി ചാരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എല്ലാവരും, അത് അധ്യാപകരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും സമൂഹമാണെങ്കിലും ഭരണകൂടങ്ങളാണെങ്കിലും ശക്തമായ നിയമവൽക്കരണം ഇതിനകത്ത് വേണം. കാരണം കുട്ടികളാണ് എന്നുള്ളത് വെച്ചുകൊണ്ട് തന്നെ പല കേസുകളും കണ്ണടച്ചു വിടുന്ന ഒരു രീതികളും കാണാറുണ്ട്. പക്ഷെ ശക്തമായ താക്കീത് കൊണ്ട് തന്നെ ഇതിനെ നിർത്താനും നമുക്ക് സാധിക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ്, വളരെ നന്ദി ശ്രീമതി മീര ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. പക്ഷേ ഇത്തരം ആശങ്കകൾ പങ്കുവയ്ക്കുമ്പോഴും ഇതെവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്ന കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാകാതെ പോകുന്നുണ്ടോ? ഇത് വലിയ ഒരു ചർച്ചയിലേക്ക് പോകേണ്ടതാണ്. ഇതിൽ വകുപ്പ് തല അന്വേഷണം നടത്തുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ കുട്ടികളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് വലിയ തോതിലുള്ള പഠനം നടത്തേണ്ടതുണ്ട്. അത് നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്. ഒരു പക്ഷേ വീടുകളിൽ പണ്ടകാലത്ത് ഈ ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം ആ രീതിയിൽ എല്ലാവരും ഒന്നിച്ച് താമസിക്കുന്ന ഒരു സാഹചര്യം, കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു. അണുകുടുംബങ്ങളായി, അതെ, അച്ഛനമ്മമാർക്ക് ജോലിയുണ്ട്, സ്വാഭാവികമായും അവർക്ക് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പക്ഷെ അതിലൊക്കെ സമയമുള്ളത് സ്കൂളിലാണ്, അധ്യാപകർക്ക് ഇടപെടാം. പക്ഷെ ഇപ്പോൾ നേരത്തെ ശ്രീമതി മീര ചൂണ്ടിക്കാണിച്ചതുപോലെ എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ എന്തിനു ഇടപെടുന്നു എന്ന് അധ്യാപകരെ നമ്മൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിന്നെ ആരാണ് ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടേണ്ടത് എന്ന് പറയുന്ന ഒരു വിഷയം കൂടി വരും. നമുക്ക് സമയമില്ല, അധ്യാപകരെ നമ്മൾ അതിന് അനുവദിക്കുകയുമില്ല എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ നമ്മളും കുറ്റക്കാരായി മാറുന്ന സാഹചര്യം. താമരശ്ശേരിയിലെ മർദ്ദനത്തിൽ കുട്ടി മരിച്ചു. ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്
രാവിലെ മുതൽ തന്നെ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. അർദ്ധരാത്രിയോടുകൂടിയാണ് കുട്ടിയുടെ മരണം സംഭവിച്ചത്. പക്ഷേ അതിലുമേറെ ആശങ്കപ്പെടുത്തുന്ന വസ്തുത എന്ന് പറയുന്നത് ഈ കുട്ടികൾ ഇതിനു വേണ്ടി ആസൂത്രണം ചെയ്ത രീതിയാണ്. ഇൻസ്റ്റാഗ്രാം വഴിയും വാട്സപ്പ് മുഖേനയും ഒക്കെ ഗ്രൂപ്പുകൾ അവർ സൃഷ്ടിക്കുന്നു, അതനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തുന്നു. അതിലെ ശബ്ദ സന്ദേശങ്ങളൊക്കെ തന്നെ വളരെ ഭയത്തോടുകൂടിയും ആശങ്കയോടുകൂടിയും മാത്രമേ നമുക്ക് കേട്ടിരിക്കാൻ പോലും കഴിയുകയുള്ളൂ. നമുക്ക് അത്തരമൊരു ശബ്ദ സന്ദേശത്തിലേക്ക് പോകാം. അലമ്പായിക്കുന്നോ കേട്ട് എൻ്റെ സീൻ്റെതാ ഈ ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടാ ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടോ എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഹലോ ഷാബാസേ, എന്തേലുണ്ടേ പൊരുത്തപ്പെട്ടാട്ടോ. ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചൊറക്ക് നിൽക്കില്ല. ഇനി പിന്നെയും ഇനി ഞങ്ങൾ എന്നിട്ടും എന്നോട് ചൊറക്ക് നിന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞോ? ഇല്ലല്ലോ. ഈ മുകളിൽ അയച്ച മെസ്സേജ് കൊടുക്കും, ഞാൻ എന്നോട് നല്ലോണമല്ലേ പറഞ്ഞത്. പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും വന്നതാണ്. പിന്നെ അന്നേത്തെ പ്രശ്നം ഞങ്ങൾ ആരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ്. ഇപ്പം നിങ്ങൾ എം ജെയുള്ള ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാവരും കൂടി ആയിട്ട് എത്തിയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല്. ഞാൻ എന്തേതാ പിന്നെ ചെയ്യേണ്ടത് ഈ പറഞ്ഞോണ്ടാ. പിന്നെ കൂട്ടത്തല്ലായി ഇങ്ങനെ കണ്ടല്ലേ ഒക്കെ എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടിട്ടോ, പൊരുത്തപ്പെട്ട് കൊണ്ടിട്ടോ. അതായത് ഈ മർദ്ദനത്തിന് ശേഷം ഒരു വിദ്യാർത്ഥി ഈ കുട്ടിയുടെ ഫോണിലേക്ക് അയച്ച ശബ്ദ സന്ദേശമാണ്. അതുമായി പൊരുത്തപ്പെടാനും ഇതിലേക്ക് എങ്ങനെയാണ് വന്ന സാഹചര്യവുമൊക്കെ വിശദീകരിക്കുകയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ മർദ്ദനത്തിനിരയായ കുട്ടിയെ ഒരു പക്ഷേ ആ മണിക്കൂറിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു. ഇത് മറച്ചു വെച്ചുകൊണ്ട് വീട്ടിലേക്ക് എത്തിക്കുന്നു. ഒരു പക്ഷേ കുട്ടിയും ഭയന്നിട്ടാകാം വീട്ടുകാരോട് നടന്ന സംഭവം പറയുന്നില്ല. രാത്രിയോടുകൂടി ഈ കുട്ടി ഛർദ്ദിച്ച് ആശുപത്രിയിൽ എത്തുമ്പോൾ മാത്രമാണ് ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഗൂഗിൾ ചേരുന്നുണ്ട്, ഗൂഗിളിലേക്ക് പോകാം. ഗൂഗിൾ, നമ്മൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഇതിലുള്ള ആശങ്ക തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വിദ്യാർത്ഥി സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്, ഇതിനൊരു തടയിട്ടേ മതിയാവുകയുള്ളൂ. അതിന് പ്രധാനമായും നമുക്ക് മുന്നിൽ വയ്ക്കേണ്ടുന്ന ചില നിർദ്ദേശങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, ലഹരി ഉപയോഗം പരമാവധി നിയന്ത്രിക്കുക, അതോടൊപ്പം തന്നെ ബോധവൽക്കരണ പരിപാടികൾ നടത്തുക. 2, കുട്ടികളിൽ മാനസിക സംഘർഷമൊക്കെ കുറയ്ക്കത്തക്ക രീതിയിൽ അവർക്ക് നല്ല ഒരു സാമൂഹിക അന്തരീക്ഷവും കുടുംബ പശ്ചാത്തലവും ഒക്കെ സൃഷ്ടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാത്തിലും ഉപരി ഇതിലെല്ലാം ഭരണകൂടങ്ങൾ നിർണായകമായ സ്വാധീനവും ചെലുത്തേണ്ടതാണ്. അതുകൊണ്ട് നമുക്കൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഇപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന അക്രമവാസനകളൊക്കെ നിർത്താൻ കഴിയുകയുള്ളൂ. ഒരു നല്ല യുവതലമുറയെ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. കാരണം യുവതലമുറയാണ് എപ്പോഴും ഒരു രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതിത്തരത്തിൽ മയക്കുമരുന്നിനും ലഹരിക്കും അടിപിടി അക്രമങ്ങളിലും ഒക്കെ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തിൻ്റെ പുരോഗതി തന്നെ എന്താകുമെന്നുള്ള ആശങ്ക ഉടലെടുക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു യുവതലമുറയെ വാർത്തെടുക്കണം. അതിനായി എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് കേരളം മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള തുടർ പ്രവർത്തനങ്ങൾക്കല്ലേ ഏകോപനം നൽകേണ്ടത് ഗോകുൽ? തീർച്ചയായിട്ടും അതെ. മുഹമ്മദ് ഷഹബാസിന്റെ മരണത്തിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ഒന്ന്, മുഹമ്മദ് ഷഹബാസിന്റെ മരണത്തിന്, കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ കൃത്യമായി ശിക്ഷിക്കപ്പെടണം, അവർക്ക് തക്കതായ ശിക്ഷ നേടിയെടുക്കണം. 2, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നത് പരിശോധിക്കണം. 2 കാര്യങ്ങൾ. ഒന്ന്, ഈ കൊലപാതകത്തിന് കാരണമായ ആളുകൾക്ക് കൃത്യമായ ശിക്ഷ നേടിക്കൊടുക്കാൻ സാധിക്കണം, നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാവണം. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെയൊക്കെ മാനസികാവസ്ഥ, അവരുടെ ഇടപെടലുകൾ എങ്ങനെയാണ്, അവരൊക്കെ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ഏത് രീതിയിലാണ് ഇടപെടുന്നത്, കുറച്ച് നാളുകൾ കൊണ്ട് ഇവരുടെ ഈ പൊതു സ്വഭാവത്തിൽ, അവരുടെ സമൂഹത്തോടുള്ള ഇടപെടലിൽ അല്ലെങ്കിൽ അവരുടെ സഹജീവികളുടെ സമീപനങ്ങൾ എന്ത് രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും നടപ്പിലാക്കാൻ സാധിക്കുക. പൊതു അവബോധമൊക്കെ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നത് സഹജീവി സ്നേഹവും
സമൂഹവും അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷ സംബന്ധിച്ച വിഷയങ്ങളിലൊക്കെ വളർന്നു വരുന്ന തലമുറ ഏത് രീതിയിലായിരിക്കണം ഇടപെടേണ്ടത് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ പാഠ്യപദ്ധതി തന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി താമരശ്ശേരി വിദ്യാഭ്യാസ ഉപഡയറക്ടറോട് കേസിൽ അന്വേഷണം ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഈ കേസിനെ സംബന്ധിച്ച് മാത്രമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് മുഹമ്മദ് ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണം നടത്തുക, അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി താമരശ്ശേരി ഉപഡയറക്ടറോട് ആവശ്യപ്പെട്ടുള്ളത്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ അത് ഏത് കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതെന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഈ രീതിയിൽ മാറപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത്, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ, ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായ പഠനം നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാവണം. ഓരോ ഘട്ടത്തിലും LP മുതൽ UP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിഭാഗങ്ങളിൽ കുട്ടികളെ വേറെ വേറെ രീതിയിൽ തന്നെ നിരീക്ഷിക്കുകയും അവരിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കാലാനുസൃതമായി വന്നുകൊണ്ടിരിക്കുന്നത്, അവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്. തീർച്ചയായിട്ടും മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വിദ്യാർത്ഥികളിലേക്ക് ആക്സസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് ഷഹബാസ് എന്ന് പറയുന്ന കുട്ടിക്ക് മാരകമായി പരിക്കേറ്റിട്ട് പോലും ഈ മകൻ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് അവരുടെ മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത്. രാത്രിയിൽ ഈ കുട്ടി ഛർദ്ദിച്ച സമയത്ത് മുഹമ്മദ് ഷഹബാസിന്റെ മറ്റു സുഹൃത്തുക്കളെ വിളിച്ചിട്ടാണ് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ആ സമയത്താണ് ഇത്തരത്തിലൊരു അക്രമം സംഭവിച്ചു എന്ന് മനസ്സിലായത്. അതിന്റെ അടിസ്ഥാനത്തിൽ താമരശ്ശേരിയിലെ ഒരു താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുവരികയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ കുട്ടിയെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവന്റെ ജീവൻ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ആ തലച്ചോറിനുണ്ടായിട്ടുള്ള ആന്തരിക രക്തസ്രാവമാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് കലാശിച്ചത്. വലിയൊരു അടിപിടി ഉണ്ടായിട്ട് പോലും ഈ മാതാപിതാക്കൾക്ക് തങ്ങളുടെ മകൻ ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷഹബാസിന് പരിക്ക് പറ്റിയ കാര്യങ്ങൾ പങ്കുവെക്കാൻ ഈ ഷഹബാസിന്റെ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വിവിധ തലമുറകൾക്കിടയിൽ വളർന്നു വരുന്നുണ്ട്. സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷത്തിന്റെ ഒരു കുറവ് വിദ്യാർത്ഥികൾക്കിടയിലും മാതാപിതാക്കൾക്കിടയിലും വളർന്നു വരുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം കുറയുന്നു. വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ തന്നെ പരസ്പരം പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷത്തിൽ ഏർപ്പെടുക, വൈരാഗ്യം വെച്ച് സൂക്ഷിക്കുക, ഗൂഢാലോചനയും ആസൂത്രണവും നടത്തി പരസ്പരം പോർവിളിക്കുക. നമ്മൾ തമിഴ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതിന് സമാനമായ രീതിയിൽ ഗ്യാങ്ങുകൾ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഒരു ഗുണ്ട ആക്ടിവിസം നടത്തുന്നതിന് പോലെയുള്ള സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ നടത്തുന്നു എന്നുള്ളതൊക്കെ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതും അത് തടയേണ്ടതുമായിട്ടുള്ള ആവശ്യം അത്യന്താവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കാസർഗോഡ് നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത, പ്രധാനപ്പെട്ട ഒരു വാർത്ത, SSLC സെന്റ് ഓഫിന് വന്നിട്ടുള്ള കുട്ടികൾ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടുള്ള കുട്ടികൾ 15 വയസ്സുകാരായിട്ടുള്ള കുട്ടികൾ കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സെന്റ് ഓഫ് പരിപാടിയിൽ പങ്കെടുക്കുന്നു. MDMA-യുടെയും കഞ്ചാവിന്റെയും മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ അനുദിനം റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. അത് വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ നേരത്തെയൊക്കെ 30 വയസ്സ് അല്ലെങ്കിൽ 32 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏതു പ്രായക്കാർ ഉപയോഗിച്ചാലും തെറ്റല്ല എന്നല്ല പറയുന്നത്. പക്ഷേ അതിൻ്റെ പ്രായപരിധി കുറഞ്ഞു വരുന്നു. ഇവർക്ക് എവിടെ നിന്ന് ഇത് കിട്ടുന്നു? MDMA എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡാൻസ് ഓഫ് സംഘവുമായൊക്കെ ബന്ധപ്പെടുന്ന സമയത്ത് ഇതിനൊക്കെ വലിയ വിലയുണ്ട്. കാരണം 100 ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ വലിയ ലക്ഷക്കണക്കിന് രൂപ വരുന്ന സാധനമാണ് MDMA എന്നൊക്കെ പറയുന്ന ലഹരി വസ്തു. അതൊക്കെ എങ്ങനെയാണ് ഇവർ സംഘടിപ്പിക്കുന്നത് എന്നതൊക്കെ മാതാപിതാക്കളും രക്ഷിതാക്കളും PTA സംവിധാനങ്ങളും പൊതുസമൂഹമൊക്കെ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു അവബോധം ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്തായാലും കാരണമാവേണ്ടതാണ്. പക്ഷേ അടിക്കടി ഉണ്ടാകുന്ന ധാരണ സംഭവങ്ങളെ ആ വിഷയത്തിൽ കേന്ദ്രീകരിച്ച് ആരാണോ ഇപ്പോൾ മുഹമ്മദ് ഷഹബാസ് മരണപ്പെട്ടിരിക്കുന്നു, മുഹമ്മദ് ഷഹബാസിന്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുക, അവരെ ശിക്ഷിക്കുക, അല്ലെങ്കിൽ അവരെ നിയമ നടപടികളിൽ കൂടി കടത്തിവിടുക എന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് മുഹമ്മദ് ഷഹബാസ് മരണപ്പെടാനിടയായി എന്ന മാനസിക പ്രശ്നങ്ങളെ അത് മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിലേക്ക് എത്തിച്ച ഇവന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റു കുട്ടികൾ കടന്നു പോയിട്ടുള്ള ആ മാനസിക പരിതസ്ഥിതിയെ വിശകലനം ചെയ്യാനോ അതില്ലാതാക്കാനോ ഉള്ളൊരു ശ്രമങ്ങളും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടാൻ ഇടയാവുന്നത്. അതിന് ഒരുപാട് പൊതുസമൂഹത്തിനുണ്ട്, വിദ്യാർത്ഥി സംഘടനകൾക്ക് ഉത്തരവാദിത്തമുണ്ട്, രാഷ്ട്രീയ കക്ഷികൾക്ക് ഉത്തരവാദിത്തമുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിന് തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുണ്ട്. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറെ കൊണ്ട് ഈ വിഷയം അന്വേഷിപ്പിക്കും, തക്കതായ നടപടിയെടുക്കുമെന്നാണ്. പക്ഷേ അതുമാത്രം പോരാ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് തടയിടാൻ ആവശ്യമായിട്ടുള്ള അത്യന്താപേക്ഷിതമായിട്ടുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഈ PSC അംഗങ്ങൾക്കുള്ള ശമ്പളമൊക്കെ വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടി കൂടുതൽ പണം മാറ്റിവെച്ചാൽ അത് സ്വാഭാവികമായിട്ടും വരുന്ന തലമുറയെ സമൂഹത്തിനു വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാരും ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രീതിയിലുള്ള അടിയന്തര ഇടപെടലുകൾ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്തായാലും ഓർമ്മിപ്പിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മുഹമ്മദ് ഷഹബാസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ആരംഭിക്കും. 9 മണിയോട് കൂടിയിട്ട് താമരശ്ശേരി പോലീസ് ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ്
എന്നാണ് മനസ്സിലാക്കുന്നത്. ശേഷം ഇൻക്വസ്റ്റ് നടപടികളാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇന്ന് തന്നെ ഒരു 11 മണിയോടുകൂടി തന്നെ ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോകുൽ സൂചിപ്പിച്ചത് ഈ സർക്കാരിനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയാണ്. നമ്മുടെ തന്നെ വാർത്തയുണ്ട്. സ്കൂളുകളിലെ ലഹരി ഉപയോഗം തടയുന്നതിന് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾക്കായി ബജറ്റിൽ മാറ്റിവെച്ച തുകയുടെ പകുതിയോളം വെട്ടിക്കുറച്ച് പകുതി മാത്രം നൽകി എന്നുള്ളതാണ്. അതായത് സർക്കാരിൻ്റെ വിലയിരുത്തൽ എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഈ വിഷയത്തിൽ. അതിൻ്റെ ആവശ്യം ഇനി നമ്മുടെ ക്യാമ്പസുകളിൽ വേണ്ട എന്നുള്ളതാണോ എന്നും ഈ പുറത്തു നടക്കുന്ന ഇത്തരം സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവിടെ ഇപ്പോൾ ലഹരി ഉപയോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ കുട്ടികൾക്കിടയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് ഒരു വലിയ ആശങ്കയായി തുടരുമ്പോൾ അതുകൂടി പഠന വിധേയമാക്കേണ്ടതോ അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടതോ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ സിലബസിന് പുറത്തോ ഉൾപ്പെടുത്താത്തതിൻ്റെ പ്രശ്നങ്ങൾ കൂടി തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയുകയുമില്ല. മറ്റൊരു കാര്യം ഗൂഗിൾ, ഈ ജുവനൈൽ നിയമപ്രകാരമായിരിക്കുമല്ലോ ഈ വിഷയത്തിൽ കേസെടുക്കുക. പക്ഷേ കൊലക്കുറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്, അത് ആസൂത്രിതവുമാണ്. എങ്ങനെയായിരിക്കും ഈ കുട്ടികൾ തന്നെ വീണ്ടും നമ്മൾ പറയേണ്ടി വരും, ഈ കുട്ടികളെ എങ്ങനെയാണ് സർക്കാരിന് നിയമത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയുക? അതെങ്ങനെയാണ് ഈ പോലീസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ നൽകുന്ന സൂചനകൾ എന്താണ്? ഈ വിഷയത്തിൽ എങ്ങനെ കേസെടുക്കാൻ കഴിയും? എങ്ങനെയായിരിക്കും ഇത് നിയമത്തിന് കൈകാര്യം ചെയ്യാനാവുക? ജുവനൈൽസ് ആക്ട് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. എല്ലാവരും 15-16 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ്. 5 പേർക്കെതിരെയാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ കേസിൽ 5 പേർ മാത്രമല്ല, കൂടുതൽ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കുന്നതിന് പുറമേയുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന മൊഴി ഈ സംഘർഷത്തിലേർപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ പോലീസിന് നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ ഏത് പ്രായപരിധിയിലുള്ള ആളുകളൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നത് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ഈ മറ്റു തുടർ നടപടിയിലേക്ക് കടക്കുക. പക്ഷേ ഇന്നലെ ആയാലും ഈ 5 പേരെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയതിനു ശേഷം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെയാണ് ഹാജരാക്കിയത്. അതിനുശേഷം ഈ 5 പേരെയും അവരുടെ മാതാപിതാക്കളുടെ കൂടെ പറഞ്ഞു വിടുകയായിരുന്നു. ഇന്ന് 11 മണിയോട് കൂടിയിട്ട് ഹാജരാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പറഞ്ഞു വിട്ടിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ചില ഗുണങ്ങൾ ഈ ഒരു കൊലപാതകം നടത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ വീണ്ടും അക്രമവാസനകളിലേക്ക് കുട്ടികളെ നയിക്കുന്നത് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടതായിട്ട് വരും. കാരണം 18 വയസ്സിന് താഴെയാണ് എന്ന് പറയുന്നത് കൊണ്ട് ഒരുപാട് ഇളവുകൾ പല കുറ്റകൃത്യങ്ങളിൽ ഇവർക്ക് ലഭിക്കുന്നു. ശിക്ഷ എന്നതിനപ്പുറത്തേക്ക് കറക്ഷൻ ഹോം, ഇവരുടെ ശരിതെറ്റുകൾ വിലയിരുത്തി അതിനെ നേരെയാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കറക്ഷൻ ഹോമിലേക്കാണ് അവരെ പറഞ്ഞയക്കുക എന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. അത് തന്നെ ഒരു ഡിബേറ്റബിൾ പോയിന്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അതൊക്കെ ഈ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അല്ലെങ്കിൽ അക്രമങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ടോ എന്നുള്ളത് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം 18 വയസ്സിന് താഴെയാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ചില ഇളവുകൾ ലഭിക്കാം, എന്ത് കുറ്റകൃത്യം ചെയ്താലും ഇളവുകൾ ലഭിക്കാം. അത് അത്തരത്തിലുള്ള ഒരു മനസ്സിലാക്കലുകൾ, തിരിച്ചറിവുകൾ, ആ ബോധ്യം ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്നത് പഠന വിഷയമാക്കേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു റിസർച്ച് നടത്തി കഴിഞ്ഞാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കുവാൻ വേണ്ടി സാധിക്കൂ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇവരൊക്കെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കീഴിലാണ്. ഇവരുടെ ശിക്ഷാ നടപടികളും തുടർ നടപടികളും അല്ലെങ്കിൽ കേസും വാദവും കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോവുക. അങ്ങനെ പോയി കഴിയുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നു, ഒരുപാട് ഇളവുകൾ കിട്ടുന്നു. മറ്റു ശിക്ഷക്കാരിൽ നിന്നും തടവുകാരിൽ നിന്നും ഒരുപാട് ഇളവുകൾ കിട്ടുന്നു. അതും ഇവർക്ക് ബോധ്യമുള്ള കാര്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം നേരത്തെയൊക്കെ അവരുടെ ഓഡിയോ സന്ദേശത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഈ ആൾക്കൂട്ട മർദ്ദനത്തിൽ ഉൾപ്പെട്ട് ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പോലും ശിക്ഷയുണ്ടാവില്ല, കേസ് തള്ളിപ്പോകുമെന്നൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേവലം ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഈ 18 വയസ്സിന് താഴെയുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ ചെയ്യുന്നത്, ആ ഇളവുകൾ വീണ്ടും ശിക്ഷ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ ഇവരെ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പഠനവിധേയമാക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു ഗവേഷണം നടത്തേണ്ട വിഷയം തന്നെയാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾക്ക് ഈ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി സാധിക്കുക. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ 18 വയസ്സിന് താഴെയാണ് എന്നുള്ളത് ഒരുപാട് ഇളവുകൾ അവർക്ക് ലഭിക്കാൻ ഇടയാവുന്നുണ്ട്. അതിനാൽ തന്നെ മറ്റ് നടപടികളും കാര്യങ്ങളും ഒക്കെ വളരെ രഹസ്യാത്മക സ്വഭാവത്തിലായിരിക്കും. 11 മണിക്ക് ഇവർ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പോലും അനുവാദമില്ല. വിഷ്വൽ ഉൾപ്പെടെയുള്ളവ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ 5 പ്രതികളായിട്ടുള്ള ആളുകളുടെ പേര് പോലും പറയാൻ വേണ്ടി സാധിക്കില്ല. കൊലപാതക കുറ്റമാണ് നടത്തിയിരിക്കുന്നത്. ഒരു വ്യക്തി മുഹമ്മദ് ഷഹബാസ് എന്ന് പറയുന്ന 15-കാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, 12 കൂടി മരണപ്പെട്ടിരിക്കുന്നു. 5 പേർ കസ്റ്റഡിയിലാണ്. അവരോട് ഇന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പ് ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 5 പേരുടെ പേര് പോലും നമുക്ക് പുറത്തുവിടാൻ സാധിക്കാത്തൊരു സാഹചര്യം, നിയമത്തിൻ്റെ ഇളവ് ഈ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്.
എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ബാക്കിയുള്ള ആളുകൾ, ഇനി കൂടുതലായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരുടെ പേരുകളും പുറത്തു പറയാൻ സാധിക്കാത്തൊരു സാഹചര്യം മാധ്യമപ്രവർത്തകരുടെ മുമ്പിലുണ്ട്. അല്ലെങ്കിൽ അവരെ ഇങ്ങനെ മോശക്കാരാക്കുന്ന രീതിയിൽ ഒരു പരാമർശം വരുമെന്ന് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർക്കൊരു പരിഗണന ലഭിക്കേണ്ടവരാണ് എന്നൊരു ഗണത്തിൽപ്പെടുത്തിക്കൊണ്ടാണ് ഈ കൊലപാതക ശ്രമം നടത്തി അല്ലെങ്കിൽ കൊലപാതകം നടത്തി എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുള്ള ആളുകളുടെ വിഷയത്തിൽ പോലും നമുക്ക് പരിഗണിക്കേണ്ടതായിട്ട് വരുന്നത്. ശരി, എന്തായാലും ഈ വിഷയത്തിൽ മാതൃകാപരമായ തുടർ നടപടികൾ തന്നെയാണ് ഭരണകൂടം സ്വീകരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രത പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. കാരണം ഇത്തരത്തിൽ യുവതലമുറയെ നമുക്ക് കണ്ടില്ല എന്ന് നടിച്ച് തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല. വലിയ രീതിയിലുള്ള അക്രമവാസന എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി അതിനുതകുന്ന സംഭവമായും കാണാൻ കഴിയില്ല. അതെ, തീർച്ചയായും. കാരണം അടിക്കടി ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ചെറിയ ഒരുപക്ഷെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കാം. തിരുവനന്തപുരത്ത് ഒരു 2 മാസം മുൻപ് അരങ്ങേറിയ ഒരു സംഭവം, വിദ്യാർത്ഥിയെ കുത്തുന്നതിനായി കത്തി വരെ സ്കൂൾ ബാഗിനുള്ളിൽ കൊണ്ടുവന്ന് അത് പ്രയോഗിക്കുക. വളരെ ചെറിയ കുട്ടികളാണ്. എന്തായാലും ഇതിനൊക്കെ മാതൃകാപരമായ തുടർ നീക്കങ്ങൾ തന്നെയാണ് നടത്തേണ്ടത്. നമുക്ക് തിരികെ മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, തീവ്രവാദ വിരുദ്ധ നീക്കങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് ഉർസുല വോണുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദനത്തിന് സംയുക്ത ദൗത്യ സംവിധാനമൊരുക്കും. 2 ദശാബ്ദത്തിനിടെ ഭാരതവും യൂറോപ്യൻ യൂണിയനുമായുള്ള വാണിജ്യ ബന്ധം ഇരട്ടിയായി വർദ്ധിച്ചുവെന്നും യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെൻ ലെയർ പറഞ്ഞു. സാങ്കേതികവിദ്യ, ഗ്രീൻ എനർജി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ, നിർമ്മിത ബുദ്ധി, ഹൈസ്പീഡ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ രംഗങ്ങളിൽ സംയുക്തമായി യൂറോപ്യൻ യൂണിയനും ഭാരതവും പ്രവർത്തിക്കും. ഗ്രീൻ എനർജി ഫോറം, ഓഫ്ഷോർ വിൻഡ് മിൽ തുടങ്ങിയ വിഷയങ്ങളിൽ യൂറോപ്യൻ യൂണിയനുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഫ്രണ്ട്സ്, रक्षा और सुरक्षा से जुड़े मुद्दों पर हमारा बढ़ता सहयोग आपसी विश्वास का प्रतीक है. साइबर सिक्योरिटी, मैरीटाइम सुरक्षा और काउंटर टेररिज्म पर हम सहयोग के लिए आगे बढ़ेंगे. इंडो पैसिफिक क्षेत्र में शांति, सुरक्षा, स्थिरता और समृद्धि के महत्व पर दोनों पक्ष एकमत है. इंडो पैसिफिक ओशंस इनिशिएटिव्स, इससे जुड़ने के ईयू के निर्णय का हम स्वागत करते हैं. ഹൈഡ്രജൻ ഇന്ധന രംഗത്തും സഹകരണമുണ്ടാകും. ഏറ്റവും പ്രാധാന്യത്തോടെ തീവ്രവാദ വിരുദ്ധ നീക്കങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി ചേർന്ന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഊർസല വോൺ ഡെർ ലയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 2 ദശാബ്ദത്തിനിടെ യൂറോപ്യൻ യൂണിയനുമായുള്ള വാണിജ്യബന്ധം ഇരട്ടിയായി വർദ്ധിച്ചുവെന്ന് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റും പറഞ്ഞു. We want to take it to new heights. India is a like-minded friend. We are the 2 largest democracies in the world. And under your leadership, Prime Minister, it has been thriving. We are bound by shared convictions and values. From resilient supply chains, we are shared interest to a free and open Indo-Pacific. We're working together. And today's exchange will set the path for the future of our relationship. We have to agree to work on a new strategic agenda. And I see 3 main avenues. First, we will work together on economic growth. സെമി കണ്ടക്ടർ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ സാധ്യതയായിരിക്കും ഇന്ത്യക്കും യൂറോപ്യൻ യൂണിയനും ഇടയിൽ ഉണ്ടാകുക എന്നും ഉർസുല പറഞ്ഞു. ഗ്രീൻ ഹൈഡ്രജൻ ഉത്പാദനത്തിന് സംയുക്ത ദൗത്യ സംഘത്തെ നിയോഗിക്കും. നിർമ്മിത ബുദ്ധി രംഗത്തും മറ്റു ഇന്നവേറ്റീവ് രംഗങ്ങളിലും സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പാതിവില തട്ടിപ്പ് കേസിൽ അനന്തു കൃഷ്ണന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് പണം കൈപ്പറ്റിയവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച ഇഡിയും ക്രൈംബ്രാഞ്ചും. ഇരുചക്രവാഹന തട്ടിപ്പിലൂടെ ലഭിച്ച പണം ചില സംഘടനകളുടെയും വ്യക്തികളുടെയും അക്കൗണ്ടിലേക്ക് അനന്തുവിന്റെ സ്ഥാപനങ്ങൾ വഴി അയച്ചിട്ടുണ്ട്. ഇതിനിടെ 190 കേസുകളിൽ അന്വേഷണ ചുമതല കൂടി ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. പനമ്പള്ളി നഗറിലെ സോഷ്യൽ ബിവെഞ്ചേഴ്സ്, കളമശ്ശേരിയിലെ പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻസ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുള്ളത്. പദ്ധതിയുടെ ഭാഗമായ NGOകളിൽ നിന്ന് പിരിച്ചെടുത്ത പണം വൈകാതെ മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഏതെല്ലാം അക്കൗണ്ടുകളിലേക്കാണെന്നാണ് പരിശോധിക്കുന്നത്. 2019 ഇടുക്കിയിൽ ഏലം കർഷകർക്ക് പാതിവിലയ്ക്ക് വളവും കാർഷികോപകരണങ്ങളും നൽകിയാണ് പദ്ധതി തുടങ്ങിയത്. കോർപ്പറേറ്റ് കമ്പനികളുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതി എന്നായിരുന്നു തെറ്റിദ്ധരിപ്പിച്ചത്. കോളപ്ര കേന്ദ്രമായി സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ NGO ആയിരുന്നു
ആദ്യം രൂപീകരിച്ചത്. വളമുൽപാദക കമ്പനികൾക്ക് 100 കോടിയിലധികം രൂപ കൈമാറിയതായാണ് കണക്കുകൾ. എന്നാൽ ഇത്രയും വലിയ തുകയ്ക്കുള്ള വളം വിതരണം ചെയ്തിട്ടുണ്ടോ എന്നും കൈമാറിയതായി രേഖകളിൽ കാണിച്ച പണം തിരികെ വീണ്ടും അനന്തുവിന്റെ ബിനാമി അക്കൗണ്ടുകളിലേക്ക് എത്തിയോ എന്നും ഇ ഡി പരിശോധിക്കുന്നുണ്ട്. ലോക്കൽ പോലീസ് കൈമാറിയ 380 കേസുകൾക്കൊപ്പം 190 കേസുകൾ കൂടി ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ പോലീസ് DGPയുടെ അനുമതി തേടിയിട്ടുമുണ്ട്. ഈ കേസുകൾ കൂടി എത്തുന്നതോടെ വിവിധ ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾ അന്വേഷിക്കുന്ന കേസുകളുടെ എണ്ണം 570 ആകും. ജനം, കൊച്ചി. അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും കോടതിയിലേക്ക്. മതാചാരപ്രകാരം തന്റെ മൃതദേഹം സംസ്കരിക്കണമെന്ന് MM ലോറൻസ് ആവശ്യപ്പെടുന്ന ശബ്ദരേഖ പുറത്തുവന്നതോടെ വീണ്ടും നിയമ നടപടിക്കൊരുങ്ങുകയാണ് മകൾ ആശ ലോറൻസ്. മൃതദേഹം വിട്ടുകിട്ടാൻ ഹൈക്കോടതിയിൽ ആശ ലോറൻസ് ഹർജി നൽകി. തനിക്ക് സ്വർഗത്തിൽ പോകണമെന്നും യേശുവിനെ കാണണമെന്നും MM ലോറൻസ് പറയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. മറ്റൊരു മകളായ സുജാത പറയുന്ന പോലെ സംസ്കാരം നടത്തണമെന്നും അതിന് മാറ്റം വരുത്തരുതെന്നും ശബ്ദരേഖയിൽ പറയുന്നു. എനിക്ക് സ്വർഗത്തിൽ പോകണം, യേശുവിനെ കാണണം, സൂര്യവളത്തിനെ അടക്കം ചെയ്യണം. അത് മാറ്റം വരുത്താൻ പാടില്ല. അതാണ് എനിക്ക് നിർബന്ധമുള്ളത്. ശബ്ദരേഖ പുറത്തു വന്നതോടെയാണ് കുടുംബം വീണ്ടും നിയമപോരാട്ടത്തിന് ഒരുങ്ങുന്നത്. മരണത്തിന് ശേഷം ഇടവകപ്പള്ളിയിൽ അടക്കണമെന്ന ആശാ ലോറൻസ് അടക്കമുള്ള മക്കളുടെ ആവശ്യം നിരാകരിച്ച് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുകയായിരുന്നു. മകനായ അഡ്വക്കേറ്റ് ML സജീവന്റെയും പാർട്ടിയുടെയും തീരുമാനപ്രകാരമായിരുന്നു നടപടി. ഇതിനെ ചോദ്യം ചെയ്ത് ആശാ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളിയിരുന്നു. കേരള അനാട്ടമി ആക്ട് പ്രകാരം മതിയായ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് മൃതദേഹം വൈദ്യപഠനത്തിന് കൈമാറാൻ മകൻ സജീവൻ തീരുമാനിച്ചതെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. സമയത്ത് ആരുടെ ഒപ്പമായിരുന്നോ ഉണ്ടായിരുന്നത് ആ വ്യക്തിയോട് തന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് കൈമാറാൻ രേഖാമൂലമോ വാക്കാലോ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് കണക്കിലെടുക്കാമെന്നാണ് നിയമം. MM ലോറൻസിന്റെ ആവശ്യം കോടതിയിൽ തെളിയിക്കാൻ മകൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ മകളായ സുജാതയുടെ ഫോണിൽ നിന്നും ദൃശ്യങ്ങൾ ലഭിച്ചതോടെയാണ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. പിതാവിന്റെ ആവശ്യം നിരാകരിച്ച് പാർട്ടിയും മകനും ചേർന്ന് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുകയായിരുന്നുവെന്നാണ് ആശാ ലോറൻസ് പറഞ്ഞിരുന്നത്. ജനം, കൊച്ചി. ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ പ്രതികാര നടപടിയുമായി സംസ്ഥാന സർക്കാർ പുതിയ ഹെൽത്ത് വോളണ്ടിയർമാരെ നിയമിക്കാൻ ഉത്തരവിറക്കി. ഉത്തരവിന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, ഇവർ ദിവസങ്ങളായി നടത്തുന്ന രാപ്പകൽ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുകയും പലപ്പോഴായി അവഹേളിക്കുകയും ചെയ്യുന്ന സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയ ഈ ഉത്തരവിൽ എന്താണുള്ളത്? നാഷണൽ ഹെൽത്ത് മിഷൻ്റെതായിട്ടാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അതായത് ആരോഗ്യവകുപ്പാണ് ഈ ഉത്തരവ് ഇറക്കിയത്. അതിൽ ആശാവർക്കർമാരുടെ സഹായമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം പുതിയ ഹെൽത്ത് വോളണ്ടിയേഴ്സിനെ നിയമിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് ആ ഉത്തരവിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ അതിനായി 11 കോടി രൂപയുടെ ഒരു തുകയും ഇതിൻ്റെ ചെലവ് കണക്കാക്കി വകയിരുത്തിയിട്ടുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ അതിന് വേണ്ടത്ര പരിശീലനം കൊടുക്കണമെന്നടക്കമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് അതൊരു ക്രൈറ്റീരിയ നിശ്ചയിച്ചുകൊണ്ട് ഈ ആശാവർക്കറിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ പ്രദേശങ്ങളിലെല്ലാം വളണ്ടിയർമാരെ നിയമിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അതിനൊരു സർക്കാരിൻ്റെ ഭാഗത്തൊരു ഉത്തരവ് വന്നിരിക്കുന്നത്. ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ആശാവർക്കർമാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരമാണ്. ഈ സമരം 20ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ആ സമരത്തിൽ പലതവണ ഈ സമരത്തിനെതിരെ പ്രതികാര നടപടിയുമായി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. കേസുകൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു തവണ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച വിളിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില 1-2 മാസങ്ങൾ വർദ്ധിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്നിട്ടും സമരാനുകൂലികൾ അവരുടെ സമരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സമരത്തിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറാകുന്നില്ല. അതോടൊപ്പം തന്നെയാണ് ഈ CPM-ഉം CPM-ന്റെ പോഷക സംഘടനയും എല്ലാം ഇതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതോടുകൂടിയാണ് സർക്കാർ അതായത് സമരം തുടരുന്നു, സമരം സർക്കാർ പറഞ്ഞിട്ടും അല്ലെങ്കിൽ CPM പറഞ്ഞിട്ടും സമരം നിർത്തുന്നില്ല, സമരം തുടരുന്നു എന്നതോടുകൂടിയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു പ്രതികാര നടപടി, ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്ത് ഒരു പ്രതികാര നടപടി ഉണ്ടായിരുന്നു. പുതിയ ഹെൽത്ത് വോളണ്ടിയർമാരെ നിയമിച്ചുകൊണ്ടാണ് ഈ പ്രതികാര നടപടി എന്ന് പറയുന്നത്. നമ്മളോടൊപ്പം ഇവിടെ ഇതിൻ്റെ അംഗങ്ങളും ചേരുന്നുണ്ട്. നമുക്കവരോട് ചോദിച്ച് മനസ്സിലാക്കാം. അതായത് പുതിയ ഹെൽത്ത് വോളണ്ടിയർമാരെ നിയമിച്ചുകൊണ്ടൊരു ഉത്തരവ് ആരോഗ്യ മിഷൻ്റെ ഭാഗത്ത്, അതായത് ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ആശാവർക്കർമാരില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം പുതിയ ഹെൽത്ത് വോളണ്ടിയറെ നിയമിക്കണം, അവർക്ക് പരിശീലനം കൊടുക്കണമെന്നടക്കം. ഇത് ആശാസമരത്തിനെതിരെയുള്ളൊരു പ്രതികാര നടപടിയായിട്ടല്ലേ കരുതുന്നത് നിങ്ങൾ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് നമ്മുടെ സമരത്തെ ബാധിക്കില്ല. സമരം ചെയ്യാൻ ഉറച്ചു വന്ന ആളുകളാണ് നമ്മൾ. ഇത്തരത്തിലുള്ള ഒരു നടപടികളും നമ്മളെ സമരത്തിൽ നിന്നും പിന്തിരിപ്പിക്കത്തില്ല. നമ്മളുടെ ഡിമാൻഡ് നേടിയെടുക്കുന്നവരെ ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. 11,70,000 സംതിങ് അത്രയും
തുകയാണ് ഇതിനായിട്ട് വകയെടുത്തിരിക്കുന്നത് സർക്കാർ? 11 കോടിയാണോ 11 ലക്ഷമാണോ? എന്താണെങ്കിലും അതിനൊക്കെ അവർ കാശ് നീക്കി വയ്ക്കുന്നല്ലോ, ഉണ്ടല്ലോ, കാശപ്പം ഉണ്ടല്ലോ എത്ര ആണെങ്കിലും. ആശമാർക്ക് ഓണറേറിയം മുടങ്ങിയാലും ഇൻസെൻറ്റീവ് മുടങ്ങിയാലും ചോദിക്കുമ്പം കാശില്ല എന്ന് പറയുന്നവർക്ക് 11 ലക്ഷത്തി ഉടനടി ഇത്രയും കാശൊക്കെ കണ്ടെത്താൻ കഴിയുന്നുണ്ടല്ലോ, കണ്ടെത്തട്ടെ. ഇത് എങ്ങനെയാണ് ഈ പെട്ടെന്ന് ഇത്തരത്തിലുള്ളൊരു നടപടിയോട് ഉള്ളൊരു പ്രതികരണം എന്ന് പറയുന്നത്? അതായത് നേരത്തെ ഈ CPM അടക്കം നിങ്ങൾക്കെതിരെ, അതായത് പോഷക സംഘടന CIT അടക്കം മറ്റൊരു ബദൽ സമരവുമായിട്ടൊക്കെ രംഗത്തൊരു സാഹചര്യമുണ്ട്. എന്താണ് ഇതിൽ പറയുന്നത്? നമ്മൾ ആര് സമരം ചെയ്താലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. ആശമാരുടെ ആവശ്യത്തിന് വേണ്ടിയല്ലേ. ഞങ്ങൾ ആ സമരത്തെ ഒന്നും എതിർക്കുന്നില്ല, സന്തോഷത്തോടെ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ആർക്കും സമരം ചെയ്യാമല്ലോ. നമ്മളങ്ങനെ ഈ ഏതൊരു സമരത്തിലും, തൊഴിലാളി സമരത്തിൽ, അത് സംഘടിത മേഖലയാണെങ്കിലും അസംഘടിത മേഖലയാണെങ്കിലും അതിന് ആ സമരത്തെ നേരിടാൻ സർക്കാർ പല മാർഗങ്ങളും സ്വീകരിക്കുമല്ലോ. അങ്ങനെ നമ്മളതിനെ കണക്കാക്കുന്നുണ്ട്. ഇനി എന്താ തുടർന്നുള്ളൊരു പരിപാടി? തുടർന്ന് നമ്മൾ 3-ാം തീയതി നിയമസഭാ മാർച്ച് പ്രഖ്യാപിച്ചേക്കുമല്ലോ. അങ്ങനെ നല്ല പ്രവർത്തനം എല്ലാ ജില്ലകളിലും നടക്കുന്നു. നമ്മുടെ മഹാസംഗമത്തിന് വന്നതിനേക്കാൾ കൂടുതൽ ആശമാർ നിയമസഭാ മാർച്ചിന് എത്തിച്ചേരും. നിങ്ങൾ എങ്ങനെ ഈ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ പുതിയ നിയമനം എന്ന് പറയുന്നത് ആശമാർക്ക് ബദലായിട്ടൊരു ഹെൽത്ത്, അതായത് ഈ ആരോഗ്യ വാളണ്ടിയേഴ്സിനാണോ, അതോ അല്ലാതെ എങ്ങനെയാണ്? അല്ല, അതിൻ്റെ വ്യക്തത വരുത്തണം. നമ്മൾ NHM ഡയറക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തത വരുത്തണം. എന്തായാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സമരം കണ്ട് ഭയന്നിട്ട്, നമ്മുടെ ശക്തി കണ്ട് ഭയന്നിട്ട് എന്തെല്ലാം നടപടികൾ എടുത്തിട്ടും നമ്മൾ സമരത്തിൽ നിന്നും പിന്മാറുന്നില്ല. അപ്പോൾ അതിലൊരു ആളുകൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പക്ഷേ അത് നമ്മുടെ സമരത്തെ ബാധിക്കില്ല. രോഹിണി, സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ സമരസമിതി അറിയിക്കുന്നത്. വരുന്ന 3-ാം തീയതി നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നു. വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സമരം തുടരുന്ന സാഹചര്യത്തിൽ സമരത്തിൽ നിന്ന് പിന്മാറുന്നില്ല എന്നതുകൊണ്ടാണ് ഇവരുടെ സർക്കാരിൻ്റെ പ്രതികാര നടപടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലക്സ് ബോർഡ് ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. 2021 LDF പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഫ്ലക്സ് ബോർഡ്. അതിനകത്ത് അങ്കണവാടി ആശാ വർക്കർ, റിസോഴ്സ് അധ്യാപകർ, പാചക തൊഴിലാളികൾ, കുടുംബശ്രീ ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, NHM ജീവനക്കാർ, സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങിയ എല്ലാ സ്കീം വർക്കേഴ്സിൻ്റെയും ആനുകൂല്യം കാലോചിതമായി ഉയർത്തും, മിനിമം കൂലി 700 രൂപയാക്കും എന്ന് പറയുന്ന പ്രകടന പത്രികയിലെ 45-ാം ഖണ്ഡത്തിൽ പറയുന്ന സർക്കാരിൻ്റെ വാഗ്ദാനമാണ്. കഴിഞ്ഞ 2021 LDFിൻ്റെ പ്രകടന പത്രികയിലാണ്. അതിലെ ഒരു വാഗ്ദാനമാണ് ഇവരുടെ ഒരു ഫ്ലക്സായിട്ട് ഉയർത്തിയിരിക്കുന്നത്. അതായത് 231 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആശാ വർക്കർമാർ അവരുടെ മിനിമം വേതനം സംബന്ധിച്ചു അതോടൊപ്പം തന്നെ ഈ ഓണറേറിയം അടക്കമുള്ളവ വർദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു സമരം ചെയ്യുകയാണ്. അപ്പോൾ ആ സമരം ചെയ്യുമ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വാഗ്ദാനം പോലും നിറവേറ്റാൻ സർക്കാരിന് കഴിയുന്നില്ല. അല്ലെങ്കിൽ അത് ചോദിക്കുമ്പോൾ ആണ് ഇത്തരത്തിൽ സർക്കാരിൻ്റെ പ്രതികാര നടപടി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയുന്നത്. കാരണം അത് ഒരു ഫ്ലക്സായിട്ട് തന്നെ ഇവരടിച്ച് ഇവിടെ ഇതിനു മുന്നിൽ, സമരപ്പന്തലിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 20-ാം ദിവസമാണ് ഈ സമരം കടക്കുന്നത്. ഈ സ്ത്രീകൾ രാത്രിയെന്നില്ല പകലെന്നില്ല ഇവിടെ തന്നെ കഴിച്ചു കൂട്ടുന്നവരാണ്. ഈ സ്ത്രീ സുരക്ഷയെക്കുറിച്ചെല്ലാം നമ്മൾ ഒട്ടേറെ വാദോരാതെ സംസാരിക്കുന്ന ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിലാണ് യാതൊരു സുരക്ഷയുമില്ലാതെ ഒരുപറ്റം സ്ത്രീകൾ ഇവിടെ ഇങ്ങനെ കഴിയുന്നതെന്നാണ് ഏറ്റവും ദൗർഭാഗ്യകരമെന്ന് പറയുന്നത്. എന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല. ഇവരെ സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള നടപടികൾ തുടങ്ങുന്നില്ല. ഇത്രയും ദിവസമായി നിങ്ങൾ ഈ സമരം തുടരുകയാണ്. പുതിയ ഹെൽത്ത് പകരം സമാന്തരമായി മറ്റുള്ളവർ വീണ്ടും നിയമിച്ചുകൊണ്ടൊക്കെയുള്ള നടപടികളിലേക്കാണ്. എങ്ങനെയും ഈ ആശാവർക്കർമാരുടെ സമരം പൊളിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ അഫാന്റെ വാപ്പ അബ്ദുൾ റഹീമിന്റെ മൊഴി രേഖപ്പെടുത്തും. സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളായിരിക്കും ആദ്യം തേടുക. അതേസമയം ഉമ്മ ഷെമി മരണത്തെക്കുറിച്ച് മകനോട് നിരവധി തവണ സംസാരിച്ചിട്ടുണ്ടെന്ന് അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴി. എന്തായാലും അഫാന്റെ പിതാവ് നാട്ടിൽ എത്തിയ സ്ഥിതിക്ക് ഇനി പിതാവിൻ്റെ മൊഴി കൂടി ഏറെ നിർണായകമാകും. ഇത്തരത്തിൽ ഈ 65 ലക്ഷം രൂപയ്ക്ക് മേൽ കടമുണ്ടായത് എങ്ങനെ എന്നതൊക്കെയുള്ളത് പോലീസ് തിരക്കേണ്ടിയിരിക്കുന്നു. അതനുസരിച്ചുള്ള പ്രവൃത്തികളായിരിക്കും നടക്കുക. എന്തായാലും തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന്?
നിലവിൽ ഏറ്റവും നിർണായകമായ ഒരു മൊഴിയെടുപ്പിലേക്കാണ് പോലീസ് കടക്കുന്നത്. പോലീസിന്റെ ഇപ്പോൾ വരെയുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത് ഈ കൊലപാതകങ്ങൾ, ഈ കൂട്ടക്കൊലപാതകത്തിന്റെ പിന്നിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ടാണ് അഫാൻ ഇങ്ങനെ കൊലപ്പെടുത്തിയത് എന്നൊക്കെയുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തി നിൽക്കുന്നത്. അതിന് പ്രധാന കാരണം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക ബാധ്യത കുടുംബത്തിലേക്ക് എത്തിയത് എന്ന് സംബന്ധിച്ചുള്ള മൊഴിയെടുപ്പാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നിർണായകമായ മൊഴിയായിരിക്കും അഫാന്റെ അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് അബ്ദുൾ റഹീമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പല ഘട്ടങ്ങളിലും പോലീസ് നിഗമനത്തിലേക്ക് എത്തി നിന്നിരുന്നത് ഈ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ കൂട്ടക്കൊലയിലേക്ക് കാര്യങ്ങൾ നയിച്ചത് എന്ന സംബന്ധിച്ചുള്ള നിഗമനത്തിൽ പോലീസ് നിൽക്കുന്നു. അതിന് സമാനമായ ഒരു മൊഴിയാണ് അഫാന്റെ അച്ഛന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ബാപ്പയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുകയാണെങ്കിൽ അത് പോലീസിന്റെ അന്വേഷണങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കും. അതേസമയം തന്നെ അഫാന്റെ ഉമ്മയുടെ മൊഴി കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് നേരിട്ട് ആശുപത്രിയിലെത്തി രേഖപ്പെടുത്തിയിരുന്നു. അഫാന് നിലവിൽ പല ഘട്ടങ്ങളിലായി അഫാന്റെ മുന്നിൽ അഫാന്റെ ഉമ്മ തന്നെ ഈ മരണത്തെക്കുറിച്ചും ആത്മഹത്യയെക്കുറിച്ചൊക്കെ സംസാരിച്ചിരിക്കുന്നു എന്നെ സംബന്ധിച്ചുള്ള മൊഴിയാണ് അഫാൻ പല ഘട്ടങ്ങളിലും പോലീസിന് നൽകിയത്. അത്തരത്തിലുള്ള മൊഴി വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ മജിസ്ട്രേറ്റിന് മുന്നിലാണ് അഫാന്റെ ഉമ്മ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഒപ്പം മറ്റു നടപടിക്രമങ്ങൾ എന്ന് പറയാൻ സാധിക്കുന്നത് അഫാനെ ഇനി പോലീസ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റു തെളിവെടുപ്പിനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ട് മെഡിക്കൽ ബോർഡിന്റെ യോഗം, ആ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് അതിലായിരിക്കും അന്തിമമായ തീരുമാനം. അഫാനെ ഇനി തെളിവെടുപ്പിനായി കൊണ്ടുപോകണ സംബന്ധിച്ചുള്ള അന്തിമമായ തീരുമാനത്തിലേക്ക് പോലീസിന് കടക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ തൊണ്ടി മുതൽ അല്ലെങ്കിൽ ഈ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഉൾപ്പെടെ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അത് നിയമപരമായ നടപടിക്രമത്തിന്റെ ഭാഗമായാണ്. എന്തായിരുന്നാലും ഇന്ന് നിർണായകമാകുന്നത് അഫാന്റെ ബാപ്പയുടെ മൊഴിയാണ്. സാമ്പത്തിക പ്രതിസന്ധിയാണോ അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടായ സാമ്പത്തിക പ്രശ്നമാണോ ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോലീസിന് ഇന്ന് അബ്ദുൾ റഹ്മാന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിലൂടെ എത്താൻ സാധിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലം തെറ്റി റിലീസായ സിനിമയാണ് ഡാം 999 എന്ന ഹോളിവുഡ് സംവിധായകൻ സോഹൻ റോയ്. ദുരന്ത ഭീഷണിയുടെ കഥ പറയുന്ന സിനിമ എല്ലാ കാലത്തും പ്രസക്തവുമാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ പശ്ചാത്തലത്തിലുള്ള കഥ എന്ന പ്രചാരണം അക്കാലത്ത് തിരിച്ചടിയായി എന്നും സോഹൻ റോയ് ജനം ടിവിയോട് പറഞ്ഞു. 2011 റിലീസായ ചിത്രം 13 വർഷങ്ങൾക്ക് ശേഷം 4K ദൃശ്യമികവിൽ റീ റിലീസിംഗ് ചെയ്യുന്നതിന്റെ ഭാഗമായി ജനം ടിവിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സോഹൻ റോയുമായി ഞങ്ങളുടെ പ്രതിനിധി പ്രശാന്ത് ശങ്കരമംഗലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. മലയാള സിനിമയ്ക്ക് ഇത് റീ റിലീസുകളുടെ കാലമാണ്. അത്തരം ഘട്ടത്തിലേക്ക് ഒരു ചിത്രം കൂടി എത്തുകയാണ്. ഈ ചിത്രം ഒട്ടേറെ പ്രത്യേകത ഉള്ളത് കൂടിയാണ്. നമ്മുടെ എന്നും മലയാളികൾക്കൊരു ഭീഷണിയായി നിൽക്കുന്ന മുല്ലപ്പെരിയാറിനെ പ്രമേയമാക്കി ചെയ്ത 2011 റിലീസ് ചെയ്ത ഡാം 999 എന്ന ചിത്രം, ആ ചിത്രമാണ് 4Kയിൽ വീണ്ടും റിലീസ് ചെയ്യുന്നത്. ഇതൊരു ദുസ്സഹനമാണ്, വൻ ദുരന്തം. ഈ ചിത്രത്തിൻ്റെ സംവിധായകനും അതോടൊപ്പം തന്നെ ഏരിയസ് ഗ്രൂപ്പിൻ്റെ CEO മാനേജറുമായ സോഹൻ റോയ് സാർ നമ്മളോടൊപ്പമുണ്ട്. സാർ, വീണ്ടും തിയേറ്ററിലേക്ക് എത്തുകയാണ് ചിത്രം. എങ്ങനെ ഈ ചിത്രം വീണ്ടും റീ റിലീസ് ചെയ്യണം എന്നൊരു തോന്നലിലേക്ക് എത്തുന്നത്? ഇല്ല, ഞങ്ങൾ ഇത് കാലത്തിന് മുമ്പേ വന്നൊരു ചിത്രമായി പോയി. കാര്യം ഞങ്ങൾ ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ ഫിലിമിൽ നിന്ന് 4Kയിലേക്ക് സ്കാൻ ചെയ്ത ചിത്രമായിരുന്നു വന്നത്. പക്ഷേ അത് പ്രോസസ്സ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇന്ത്യയിൽ ഉണ്ടായില്ല. 2Kയിലേക്ക് പോയി. പിന്നെ അന്ന് ഈ ട്രാൻസിഷൻ സ്റ്റേജാണ് ഡിജിറ്റൽ. അപ്പം തിയേറ്റേഴ്സിലൊക്കെ 2K പോലും ഇല്ല. അതിലും കംപ്രസ്ഡ് ഫോർമാറ്റിലേക്ക് വന്നിട്ട് ഇതിൻ്റെ ക്വാളിറ്റിയെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. ഈവൻ 3D കണ്ടൻറ്റ് ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ മാറ്റുകയും ചെയ്തു. അപ്പം അന്നേ ഉള്ളൊരു വിഷമമാണ് ഇതിനെ ഒന്ന് 4Kയിൽ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത്. അപ്പോൾ അവസാനം അങ്ങനെയാണ് ഞങ്ങൾ ഈ വേരിയസ് ഫ്ലെക്സ് തന്നെ ഡ്യുവൽ 4K സിസ്റ്റത്തിൽ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് കുറേ കാലത്തിന് ശേഷം അങ്ങ് തീരുമാനിച്ചു ഇത് 4Kയിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് അറ്റ്മോസ്ഫിയർ ചെയ്ത് ഇറക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അതുമല്ല, ഇത് വെറുതെ ഒരു സിനിമ കാണിക്കൽ മാത്രമല്ല. കാര്യം അന്ന് പറയാതെ പോയ അല്ലെങ്കിൽ ജനം മനസ്സിലാക്കാതെ പോയ ഇതിൻ്റെ റിയൽ തീം ഒന്നുകൂടെ ജനങ്ങളിലേക്ക് എത്തിക്കണം.
എല്ലാവരും ഇത് മുല്ലപ്പെരിയാർ ഇഷ്യൂയിലേക്ക് മാത്രം പോയി. മുല്ലപ്പെരിയാറിനേക്കാളും വലിയ ഭീഷണി ഇന്ന് മലയാളി നേരിട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മലയാളി മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ഡാമുകളുള്ളിടത്തുമുള്ള പ്രശ്നമാണ് കോൺക്രീറ്റ് ഡാമുകളുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ അങ്ങേ എൻഡ് തൊട്ട് ഇങ്ങേ എൻഡ് വരെയുള്ള കോൺക്രീറ്റ് ഡാമുകൾ എല്ലാം മിക്കവാറും എല്ലാം 50 വർഷം കഴിഞ്ഞു. 50 വർഷമാണ് ഒരു കോൺക്രീറ്റ് ഡാമിൻ്റെ ലൈഫ്. മുല്ലപ്പെരിയാർ ഇനിയൊരു അവിടെ ഭൂമികുലുക്കം ഇല്ലെങ്കിൽ ഒരു 100 വർഷമോ 200 വർഷമോ നിൽക്കും. പക്ഷേങ്കിൽ ഈ കോൺക്രീറ്റ് ഡാമുകൾക്ക് ഒരിക്കലും അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അത് 50 വർഷം കഴിഞ്ഞാൽ അസ്ഥി ചെറുതായി വീക്കായതുപോലെയാണ്. അത് പൊട്ടിപ്പൊളിഞ്ഞ് പോയേ പറ്റത്തുള്ളൂ. അത് ഇനി നമ്മൾ ആ ദുരന്തത്തിൻ്റെ ഡേറ്റ് നോക്കിയാൽ മതി. കേരളത്തിലെ ഓരോ കോൺക്രീറ്റ് ഡാമും തകർന്ന് ലക്ഷങ്ങൾ മരിക്കുന്നതിനെക്കുറിച്ച് ഉള്ള വാർത്തയ്ക്കായി കാത്തിരിക്കുക. അപ്പോൾ അതാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. കോൺക്രീറ്റ് ഡാമുകൾ ഉണ്ടാക്കുന്ന പ്രോബ്ലവും അത് നിർമ്മിക്കുമ്പോഴുള്ള കറപ്ഷൻ്റെ പ്രശ്നങ്ങളുമാണ് ഈ സിനിമയിലെ കാതലായത്. പക്ഷേ അത് പലപ്പോഴും ഈ സിനിമ അന്ന് കോൺട്രവേഴ്സിയിൽപ്പെട്ട് ബാൻ ചെയ്യപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിയില്ല. എന്തൊക്കെ പ്രത്യേകതകളാണ് ഇപ്പോൾ പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലുമൊക്കെ എത്തുകയാണ്? അപ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ് മറ്റ് അന്നില്ലാത്തതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി എന്തൊക്കെയാണ്? ഇതിൻ്റെ ഡ്യൂറേഷനിൽ അതിലൊന്നും ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പം പ്രൊമോട്ട് ചെയ്യുന്ന അന്ന് ഇംഗ്ലീഷിലാണ്, മലയാളികളെല്ലാം ഇത് ഇംഗ്ലീഷിലാണ് കണ്ടത് മിക്കവാറും. അത് മലയാളത്തിൽ ആണ് ഇത് നമ്മൾ കാണിക്കുന്നത്. പിന്നെ 4K ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി, ഇത് രണ്ടുമാണ്. അത് ഏരിയസ് ഫ്ലെക്സ് ഇന്ന് ഈ സിനിമ ഏറ്റവും നല്ല രീതിയിൽ കാണിക്കാവുന്നത് ഏരിയസ് ഫ്ലെക്സിലെ ഓഡിയോ 1-ലാണ്. അവിടെയാണ് ഇന്ന് റെഡ് കാർപ്പറ്റ് വെച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇപ്പോഴും ചിത്രത്തിന് ബാൻ തുടരുകയാണ്. ഒരു തവണ പിന്നീട് മാറ്റി വീണ്ടും അങ്ങനെ ബാൻ തുടരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടല്ലേ? 13 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് വരെ ചരിത്രത്തിൽ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ 6 മാസം വരെ ഇവർക്ക് ബാൻ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ 6 മാസം ആകുമ്പോൾ ഇങ്ങനെ പുതുക്കി ഇന്ന് ബാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചിത്രം പറയുന്ന കാലിക പ്രസക്തിയാണോ ഇതിൻ്റെ, അതോ എന്താണ് അങ്ങനെ ഒരു ചിന്ത? ഇല്ല, തമിഴ്നാട്ടിലുണ്ടായ ബാൻ അത് തെറ്റിദ്ധാരണയുടെ പുറത്ത് മാത്രമാണ്. അവർ അന്ന് പറഞ്ഞത് മുല്ലപ്പെരിയാർ ഇഷ്യൂ എന്ന് പറഞ്ഞാണ്. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതിനകത്ത് മുല്ലപ്പെരിയാർ അല്ല പ്രശ്നം. അത് ആ രീതിയിലും വ്യാഖ്യാനിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇതിനകത്ത് പറയുന്നത് മറ്റു വലിയൊരു പ്രോബ്ലമാണ്. ചിത്രം ഇറങ്ങിയ സമയത്ത് ഒരു വലിയ പ്രചരണം എന്ന് പറയുന്നത് ഈ മുല്ലപ്പെരിയാർ തന്നെയായിരുന്നു. അതിൻ്റെ പ്രമേയമാണെന്ന് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതും അതുകൊണ്ടാണ്. അങ്ങനെ ഒരു അതാണോ ഈ ഇത്തരം ഇതിലേക്ക് വരാനും അല്ലെങ്കിൽ അന്നൊരു ഇതിലേക്ക് എത്താനുള്ള ഒരു കാരണമായി പോയി? അത് തമിഴ്നാട്ടിൽ നിന്നുണ്ടായ ബാനിൽ നിന്നാണല്ലോ ഇതിൻ്റെ എല്ലാം പ്രോബ്ലം തുടങ്ങുന്നത്. ഇപ്പം ഇന്ത്യൻ പാർലമെൻറ്റ് സ്റ്റോപ്പ് ചെയ്ത് നമ്മളാരും അല്ല, അത് തമിഴ്നാട്ടിൽ നിന്ന് പോയി ചെയ്തതാണ്. അപ്പോൾ വൈക്കം തുടങ്ങിയ വെച്ച ഒരു വലിയ പ്രോബ്ലം എല്ലാവരും ഏറ്റെടുത്തു. അതിനെ അവസാനം ഒരു മുല്ലപ്പെരിയാർ മൂവിയായിട്ട് മാത്രം അത് മാറുകയായിരുന്നു. പക്ഷേ ഞാൻ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഞാൻ ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു ഇതിന് തൊട്ട് മുമ്പ്. അത് മുഴുവൻ മുല്ലപ്പെരിയാറിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരുപക്ഷെ തമിഴ്നാട് അന്ന് വിചാരിച്ചത് ഈ സിനിമയും അതുതന്നെയാണെന്ന് കരുതി കാണും. മലയാളികൾക്ക് അന്നൊരു ചലഞ്ചിങ് ആയിരുന്നു. കാരണം ഈ നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്ന ഒരു ദുരന്തത്തെ അവർ നേരിട്ട് കാണുന്നൊരു അവസ്ഥയും കൂടി ഉണ്ടായിരുന്നു. അന്ന് സ്വീകരിച്ചതിനേക്കാൾ കൂടുതൽ പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് കരുതുന്നുണ്ടോ? അത് അല്ല, ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി എന്നല്ല, മുല്ലപ്പെരിയാറാണ് തകരുന്നതെങ്കിൽ ഉണ്ടാകുന്ന പ്രളയമാണ് അത് കൊച്ചി നഗരത്തിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ക്ലൈമാക്സിൽ നമ്മൾ കാണിക്കുന്നത്. അത് ഒരു പക്ഷേ അത് ഭയങ്കര ചലനം ഉണ്ടാക്കി. അതുകൊണ്ടാണല്ലോ ഇതിൻ്റെ വിഷ്വൽസ് പുറത്തിറങ്ങിയതോടുകൂടി മുല്ലപ്പെരിയാറിലേക്ക് ആയിരക്കണക്കിന് ജനങ്ങൾ ഒഴുകിയെത്താൻ തുടങ്ങിയത്. ഇതൊരു വലിയ സംഭവമായി മാറുന്നത്. അപ്പോൾ സിനിമയ്ക്ക് അന്നൊരു ചലനം സൃഷ്ടിക്കാൻ പറ്റി. പക്ഷേ അതിനുള്ള യാതൊരുവിധ കറക്റ്റീവ് ആക്ഷനോ ഒന്നും ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവിടെ നിന്ന് വീണ്ടും ഇത് ഇനി ഈ ഒരു റീ റിലീസ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. ഒരു വൈഡ് റിലീസിന് പകരം തിരുവനന്തപുരത്തും ഫോക്കസ് ചെയ്ത് ആദ്യം ഇതിനൊരു ന്യൂസ് ഹൈപ്പ് ചെയ്യുക, എന്നിട്ട് ഇവിടുന്ന് കിട്ടുന്ന റവന്യൂ ഉപയോഗിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുക. അപ്പം സ്കൂൾ കുട്ടികൾക്കെല്ലാം ഫ്രീ ആയിട്ട് നമ്മൾ കാണിക്കുകയാണ്. ഇവിടെ നമ്മുടെ തിയേറ്ററിലായതുകൊണ്ട് കുഴപ്പമില്ല. മറ്റു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ തിയേറ്റർ വാടക കൊടുക്കണം. അപ്പോൾ ഇവിടുന്ന് ഒരു റവന്യൂ കിട്ടിയാൽ മാത്രമേ നമുക്ക് അവിടെ എടുക്കാൻ പറ്റൂ. അവിടെ ഒരു ലോക്കൽ പബ്ലിസിറ്റി കൊടുത്താലേ ജനം വരത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി തിരുവനന്തപുരത്ത് നമ്മൾ ഇപ്പോൾ കലാനിലയത്തിൽ ഞങ്ങൾ ചെയ്യുന്ന പോലെ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ഒരു മാസം ചെയ്ത് പോകില്ല, അതുപോലെ ഓരോ മാസവും ഒരു സ്ഥലം ക്യാമ്പ് ചെയ്ത് ജനങ്ങളിലേക്ക് മാക്സിമം എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരത്ത് ഏരിയസ് മാത്രമേ ഉണ്ടാവും? ഏരിയസിൽ മാത്രമേ ഉള്ളൂ. കാര്യം ഇത് കാണിക്കുമ്പോൾ അതുപോലെ നല്ല ക്വാളിറ്റിയിൽ നമ്മൾ കാണിക്കണം. 4Kയിലും അറ്റ്മോസിലും തന്നെ കാണിക്കാനുള്ള സംവിധാനമാണ്. എന്തായാലും താങ്ക് യു. വീണ്ടും ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ്. എന്തായാലും ഒരു വലിയ പ്രതീക്ഷയുമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മുന്നിൽ കാണുന്ന പ്രകൃതി ദുരന്തം ഒന്നുകൂടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുന്നറിയിപ്പ് ഒന്നുകൂടി ജനങ്ങൾക്ക് കാണുവാനും സാധിക്കുമെന്നാണ് ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി. പിന്നെ അങ്ങനെ നമ്മുടെ പുത്തൻ പുലരിയുടെ സമയം കഴിയാറായിരിക്കുകയാണ്. തുടർന്നും വാർത്തകളും വിശകലനങ്ങളുമായി ലൈവ് റിപ്പോർട്ട്സ് ഉണ്ടാകും. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ. നമസ്തേ.